പരിപാടിയിൽ സ്വാഗതം പറയുക എന്നതാണ് എന്റെ ദൗത്യം. ആദ്യമായി നമ്മുടെ ബഹുമാനപ്പെട്ട പ്രിൻസിപ്പൽ ഡോക്ടർ സുസ്മിത മിസ്സിനെയും സ്നേഹത്തോടെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വ്യാഴാഴ്ച വായനാഴ്ചയുടെ ടീച്ചർ കോർഡിനേറ്റേഴ്സ് ആയ ഡോക്ടർ കൃഷ്ണകുമാർ സാറിനെയും ഡോക്ടർ ഹീര മിസ്സിനെയും ലൈബ്രറിയനായ മോണിക്ക മിസ്സിനെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ വ്യാഴാഴ്ച വായനാഴ്ചയിലെ പുസ്തക നിരൂപണം അവതരിപ്പിക്കുന്ന നമ്മുടെ കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥിയും തേവക്കൽ വിദ്യോദയ സ്കൂൾ അധ്യാപകനുമായി സേവനമനുഷ്ഠിക്കുന്ന വിശ്വാസ് സാറിനെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി ഈ പരിപാടിയിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ള എല്ലാ പുസ്തക പ്രേമികളെയും സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു. നന്ദി പ്രജീത. ഇന്നിവിടെ പുസ്തക നിരൂപണം നടത്തുന്നത് നമ്മുടെ പൂർവ്വ വിദ്യാർത്ഥിയും കോളേജ് യൂണിയൻ ചെയർമാനുമായിരുന്ന ബിഷോസ് ബൈജു KP ആണ്. അദ്ദേഹം കോഴിക്കോട് ജില്ലയിലെ മുക്കം സ്വദേശിയാണ്. കാലടി സംസ്കൃത സർവകലാശാലയിലാണ് വിദ്യാഭ്യാസം പൂർത്തീകരിച്ചത്. എഴുത്തുകാരനും പ്രഭാഷകനുമാണ്. റേഡിയോ നിലയത്തിൽ ധാരാളം സാഹിത്യ സംബന്ധിയായ പ്രഭാഷണങ്ങൾ നടത്തിയിട്ടുണ്ട്. നിലവിൽ കൊച്ചിയിലെ തേവയ്ക്കൽ വിദ്യോദയ സ്കൂളിൽ മലയാളം അധ്യാപകനായി സേവനം അനുഷ്ഠിക്കുന്നു. എത്രയും സ്നേഹത്തോടെ പുസ്തക നിരൂപണത്തിനായി വിശ്വാസിനെ ക്ഷണിക്കുന്നു. ഹലോ, എല്ലാവർക്കും നമസ്കാരം. കേൾക്കുന്നുണ്ടോ എൻ്റെ ശബ്ദം? ക്ലിയർ ആണോ? കേൾക്കാം. ശരി. എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം. BEd ഈ കഴിഞ്ഞ വർഷമാണ് കഴിഞ്ഞത്, ഈ വർഷമാണ് കഴിഞ്ഞത്. അതിനുശേഷം ഈ പരിപാടിയിൽ അങ്ങനെ ഏറ്റവും പ്രിയപ്പെട്ടൊരു പരിപാടിയായിരുന്നു BEd സമയത്ത്. പക്ഷെ അതിനുശേഷം വേണ്ടത്ര പങ്കെടുക്കാൻ കഴിഞ്ഞിട്ടില്ല. BEdന് ശേഷം പഠനം കഴിഞ്ഞപ്പോൾ പ്രാരാബ്ദങ്ങളുടെ ഇടയിലേക്ക് ചാടി വീണതുകൊണ്ട് അതിൻ്റെ നട്ടം തിരിച്ചിലാണ്. അപ്പോൾ വേണ്ട പോലെ പങ്കെടുക്കാനൊന്നും കഴിഞ്ഞില്ല. പക്ഷെ ഇപ്പോൾ ഒരു അവസരം തന്നതിൽ വളരെ സന്തോഷം. മുൻപ് ഞാൻ 2-3 പുസ്തകങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട്. ഭയങ്കര ആസ്വദിച്ച് ചെയ്തിരുന്നൊരു പണിയാണ്. അപ്പോൾ മാഷും ടീച്ചറും ഇങ്ങനെ ഒരു അവസരം ഇപ്പം തന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഞാനിന്ന് അവതരിപ്പിക്കാൻ പോകുന്നത് ഹൈമവത ഭൂവിൽ എന്ന ഒരു യാത്രാവിവരണ കൃതിയാണ്. MP വീരേന്ദ്രകുമാർ, അന്തരിച്ച കേന്ദ്രമന്ത്രിയും MP ഒക്കെ ആയിരുന്ന അദ്ദേഹത്തിൻ്റെ ഒരു കൃതിയാണ് ഹൈമവത ഭൂവിൽ. ഇത് ഞാനങ്ങനെ എഴുതി തയ്യാറാക്കി അവതരിപ്പിക്കുന്ന ഒരു ശൈലി എനിക്ക് പറ്റാത്തത് കൊണ്ട് എനിക്ക് അനുഭവപ്പെട്ട കാര്യങ്ങൾ, പുസ്തകം വായിച്ചപ്പോൾ എനിക്ക് അനുഭവപ്പെട്ടതും എൻ്റെ ഓർമ്മയിൽ തങ്ങി നിൽക്കുന്നതുമായിട്ട കാര്യങ്ങൾ ഒന്ന് ഷെയർ ചെയ്യാമെന്ന് മാത്രമാണ് ഉദ്ദേശിക്കുന്നത്. എൻ്റെ കൂട്ടുകാരോടൊക്കെ സംസാരിക്കുന്നത് പോലെ ആ അനുഭവം നിങ്ങളോടുകൂടി പങ്കുവയ്ക്കുക. ചിലപ്പോൾ അതിൽ തെറ്റുണ്ടാവാം. എൻ്റെ വായനക്കാരനിലെ പ്രശ്നം, പരിമിതികൾ കൊണ്ടുണ്ടാവുന്ന പ്രശ്നങ്ങൾ ഉണ്ടാവാം. ദയവായി അതൊക്കെ ക്ഷമിക്കുക. ഇത് ഞാൻ വായിക്കുന്നത് 9ാം ക്ലാസ്സിലെ അവധി സമയത്താണ്, വേനലവധി സമയത്താണ്. എനിക്ക് നല്ല ഓർമ്മയുള്ളത് എന്താന്ന് വെച്ചാൽ, അന്ന് എനിക്ക് ചിക്കൻ പോക്സ് വന്ന് വീട്ടിൽ കിടക്കുന്ന സമയമാണ്. 14 ദിവസം പുറം ലോകമായിട്ട് ബന്ധമില്ലാതെ കിടക്കണമല്ലോ. അപ്പം അന്ന് ഫോണൊന്നുമില്ല, TV ഉള്ളത് കാണാൻ പറ്റില്ല. ഒരു സമയം കളയാൻ ഒരു മാർഗവും ഇല്ലാതെ കിടക്കുന്ന സമയത്ത് വീടിൻ്റെ മച്ചില് ഒരു പെട്ടി നിറയെ എൻ്റെ അച്ഛൻ ഉപയോഗിച്ചിരുന്ന പഴയ പുസ്തകങ്ങൾ അട്ടിയാക്കി വെച്ചിരുന്നു. അപ്പം അതെടുത്ത് വായിക്കുക ഒരു ശീലമാക്കി, സമയം പോകാൻ വേണ്ടി മാത്രം. ചിത്രങ്ങൾ നോക്കാൻ വേണ്ടിയാണ് ഈ പുസ്തകം തുടങ്ങിയത്. ഇത് നല്ല കട്ടിയുള്ള ഒരു ബുക്കാണ്, അത്യാവശ്യം പേജുകളുണ്ട്. അപ്പോൾ വായനയിലേക്കൊന്നും ആദ്യമേ മനസ്സ് പോയില്ല. ചിത്രങ്ങൾ നോക്കാൻ, നല്ല ക്വാളിറ്റി ഉള്ള ചിത്രങ്ങളാണ്. അപ്പൊ അത് നോക്കാൻ വേണ്ടി എടുത്തു. ചിത്രങ്ങൾ കണ്ടപ്പോൾ എന്തായിരിക്കും അത് എന്ന് അറിയാൻ വേണ്ടി വായിച്ചു. അവിടെ ഇവിടെയും വായിച്ചു തുടങ്ങി. ഇടയിലെ ഓരോ ഭാഗങ്ങളൊക്കെ, പുരാണ കഥകൾ വരുന്ന ഭാഗങ്ങളൊക്കെ, അത് വായിച്ചപ്പോൾ എനിക്കിത് മുഴുവൻ വായിക്കണം തോന്നി. അങ്ങനെ ചിട്ടയ്ക്ക് ഒരു ആദ്യം തൊട്ട് വായിച്ച് ഈ ചിക്കൻ ബോക്സിന്റെ ഇടയിൽ പൂർത്തിയാക്കിയ വായനയാണ് ഇത്. അത് 1ാമത്തെ വായന. അതിനുശേഷം പിന്നീട് ഇതിനോടുള്ള ഇഷ്ടം കൊണ്ട് വീണ്ടും തട്ടിൻപുറത്തുനിന്ന് എടുത്ത് ഒരിക്കൽ കൂടി ഞാൻ ഈ പുസ്തകം വായിച്ച് തീർത്തിട്ടുണ്ട്. അങ്ങനെ 2 വട്ടത്തെ വായന സ്കൂൾ കാലഘട്ടത്തിൽ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. പിന്നീട് ഞാൻ വായിക്കാൻ പറ്റിയിട്ടില്ല. ആ വായനയിൽ എനിക്ക് തോന്നിയ കാര്യങ്ങളാണ് ഇപ്പൊ എല്ലാവരോടും ഞാൻ പങ്കുവെക്കാൻ പോകുന്നത്. ഇപ്പൊ പരിപാടിയുടെ ആവശ്യത്തിനായി ഒന്ന് ഓർമ്മ പുതുക്കാൻ വേണ്ടി ഒന്നുകൂടി ഒന്ന് ഓട്ടപ്രദക്ഷിണം നടത്തി എന്നുള്ളതാണ്. അപ്പൊ 9ാം ക്ലാസ്സുകാരന്റെ വായനയാണ് എൻ്റെ മനസ്സിൽ ഇപ്പോഴും ഉള്ളത്. അതുകൊണ്ട് ചിലപ്പം എന്തെങ്കിലും തെറ്റുകളൊക്കെ വന്നാൽ ക്ഷമിക്കണം. പേര് തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട പേരാണ്. കാരണം സാഹിത്യാസ്വാദകരായിട്ടുള്ള മലയാളികൾക്ക് പരിചിതമായിട്ടുള്ള ഒരു പേരാണ് ഹൈമവത ഭൂവിൽ എന്നുള്ളത്. ഒരിക്കലും നമ്മൾ മറക്കില്ല.
നല്ല ഹൈമവത ഭൂവിലേറെയായി എന്ന് തുടങ്ങുന്ന ഒരു വലിയ കൃതി, ചെറുതാണെങ്കിലും മഹത്തായ ഒരു കൃതി, വലിയ കാവ്യങ്ങളൊന്നും എഴുതാതെ മഹാനായ ഒരു കവി നമ്മൾ മലയാളികൾക്കുണ്ട്. അദ്ദേഹം മലയാളം ഉള്ളിടത്തോളം കാലം നമ്മുടെ മനസ്സിലുണ്ട്. അദ്ദേഹം തന്നൊരു വാക്കാണ് ഹൈമവത ഭൂവിൽ എന്നുള്ളത്. ആ ആശാന്റെ ആ വരികൾ പോലെ തന്നെ മനോഹരമാണ്. അത്ര അതിസുന്ദരമാണ് ഈ പുസ്തകം എന്ന് ഒറ്റ വാക്കിൽ ഞാൻ ആദ്യമേ പറയാം. ഹിമാലയ മേഖലയെ പറ്റിയാണ് ഈ പുസ്തകം. അതിലൂടെ നടത്തുന്ന സഞ്ചാരമാണ് ഇതിലെ വിഷയം. ഹിമാലയത്തെ കുറിച്ച് മലയാളത്തിൽ ഒരുപാട് യാത്രാ വിവരണ കൃതികൾ ഉണ്ടായിട്ടുണ്ട്, ധാരാളം ഉണ്ടായിട്ടുണ്ട്. MK രാമചന്ദ്രൻ സാറ് തന്നെ 4 5 പുസ്തകങ്ങൾ ഹിമാലയത്തിലെ യാത്രയെ പറ്റി, ഡാഗിനിമാരുടെ ഹൃദയഭൂമിയിലൂടെ, അതുപോലെ തപോഭൂമി ഉത്തരാഖണ്ഡ്, ആദി കൈലാസ യാത്ര, പിന്നെ ദേവഭൂമിയിലൂടെ, ഇതൊക്കെ ഒരേ പ്രദേശങ്ങളെ കുറിച്ച് ഉള്ള നടത്തിയ വ്യത്യസ്ത യാത്രകളുടെ മനോഹരമായിട്ടുള്ള ആവിഷ്കാരങ്ങളാണ്. ഇങ്ങനെ ഒരുപാട് പുസ്തകങ്ങൾക്ക് ജന്മം നൽകിയിട്ടുണ്ട് മലയാളത്തിൽ ഈ ഹിമാലയ മേഖല. പക്ഷെ ആ കൂട്ടത്തിലൊക്കെ എനിക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത് അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ടതായിട്ട് തോന്നിയത് ഈ ഹൈമവതഭൂവിലാണ്. അത് എന്തുകൊണ്ടാണെന്ന് ചിലപ്പം ഈ വിശദീകരണത്തിലൂടെ നമുക്ക് മനസ്സിലാകുമായിരിക്കും. ഇന്ത്യൻ സംസ്കാരത്തെ പരുവപ്പെടുത്തി എടുക്കുന്നതിൽ ഏറ്റവും വലിയ പങ്ക് വഹിച്ചൊരു ഭൂമിശാസ്ത്ര മേഖലയും കൂടിയാണ് ഈ ഹിമാലയം എന്ന് പറയുന്നത്. അപ്പൊ അതങ്ങ് വടക്കാണെങ്കിലും, വടക്കൊരു കോട്ട കെട്ടിയ പോലെ ആണെങ്കിലും, ഇങ്ങ് തെക്ക് കന്യാകുമാരിയിലെ ഒരു നിരക്ഷരനായ മനുഷ്യന് പോലും ഗംഗയും ഹിമവാനും യമുനയും എല്ലാം പരിചിതമായിരിക്കും. പറഞ്ഞ പക്ഷേ ഈ പേരെങ്കിലും കേട്ടിട്ടുള്ള ഇല്ലാത്തവരായിട്ട് ചുരുക്കമായിരിക്കും ആളുകൾ. അപ്പൊ അത്രമേൽ സ്വാധീനിച്ചിട്ടുണ്ട് ഈ ഹിമാലയ മേഖല, അതിൽ നിന്ന് ഒഴുകി വരുന്ന നദികൾ, ഈ ഭാരതത്തിന്റെ ചുറ്റുമുള്ള പ്രദേശങ്ങളെ ഒക്കെ. അപ്പൊ നമ്മുടെയൊക്കെ ആത്മാവിൽ തന്നെ ഉള്ളതാണ് ഈ ഹിമാലയത്തിലെ മഞ്ഞ് എന്ന് പറയാം. ഇങ്ങനെ ഭാരതത്തിന്റെ ഒരു സ്ഫടിക കിരീടം പോലെ നിൽക്കുന്ന ആ ഭൂപ്രദേശത്തോടുള്ള യാത്ര, അത് വെറും ശരീരം മാത്രം, കണ്ണ് മാത്രമല്ല സഞ്ചരിക്കുന്നത്, മനസ്സും കൂടി അതിൽ സഞ്ചരിക്കുന്നുണ്ടെന്ന് കാണാം. ആ യാത്രയിൽ കാണുന്ന കാഴ്ചകൾ ഒരു റിപ്പോർട്ടിങ് മാത്രമല്ല, അതില് അദ്ദേഹത്തിന് തോന്നുന്ന അനുഭവങ്ങൾ, ചരിത്രം, സംസ്കാരം, നാടോടി കഥകൾ, അങ്ങനെ 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 സമൂഹത്തിന്റെ പല മേഖലകളിലേക്ക് എന്താ പറയാ വ്യാപിക്കുന്ന ശാഖകൾ ഈ പുസ്തകത്തിൽ ഉണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. ഈ പുസ്തകത്തിനെ കുറിച്ചുള്ള സാങ്കേതികമായിട്ടുള്ള കാര്യങ്ങൾ പറയുകയാണെങ്കിൽ, പറഞ്ഞതുപോലെ MP വീരേന്ദ്രകുമാറാണ് ഇതിന്റെ രചയിതാവ്. അദ്ദേഹം അക്ഷയ പറഞ്ഞതുപോലെ മാതൃഭൂമി പത്രത്തിന്റെ തലവനായിരുന്നു, മുൻ കേന്ദ്രമന്ത്രി ആയിരുന്നു, ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വലിയ സ്വാധീനം ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണ്, സോഷ്യലിസ്റ്റ് നേതാവെല്ലാം ആയിരുന്നു. 2007 ഈ പുസ്തകത്തിന്റെ ആദ്യത്തെ പതിപ്പ് ഇറങ്ങുന്നത്. പിന്നീട് അങ്ങോട്ട് ചറവറ അവാർഡുകൾ വാരിക്കൂട്ടിയ ഒരു പുസ്തകം കൂടിയാണ്. 2008 തൊട്ടടുത്ത വർഷം തന്നെ വയലാർ അവാർഡ് ഈ കൃതിക്ക് കിട്ടി. 2009 ബാലാമണിയമ്മ പുരസ്കാരം കിട്ടുന്നുണ്ട്. 2010 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ്. ഇതുകൂടാതെ വേറെ അവാർഡുകൾ ധാരാളമായിട്ട് പുസ്തകത്തിൽ കിട്ടുന്നുണ്ട്. ഇതിലൊരു പ്രാധാന്യം എന്താണെന്ന് വെച്ചാൽ, കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടുന്ന മലയാളത്തിലെ ആദ്യത്തെ യാത്രാവിവരണ കൃതിയാണ് ഇത്. കേന്ദ്ര സാഹിത്യ അക്കാദമിക്ക് അർഹമായ മലയാളത്തിലെ ആദ്യത്തെ യാത്രാവിവരണ കൃതി കൂടിയാണ്. ഇത്രയൊക്കെയാണ്. 2003 ഒക്ടോബർ 16 പുസ്തകം ഇറങ്ങുന്നത്. 2007 വെറും യാത്രയല്ല, ഇതൊരു മനസ്സിന്റെ സഞ്ചാരം കൂടിയാണെന്ന് ഞാൻ പറഞ്ഞു. അതിൽ ഐതിഹ്യങ്ങളുണ്ട്, ചരിത്രമുണ്ട്, വിശ്വാസമുണ്ട്, നാടോടി കഥകളുണ്ട്. അങ്ങനെ പല മേഖലകൾ ഉൾക്കൊള്ളിച്ചതുകൊണ്ടുകൂടിയാണ് ഇത് നമുക്ക് രസകരമായിട്ട് മടുക്കാതെ വായിക്കാൻ തോന്നുന്നതെന്ന് തോന്നിയിട്ടുണ്ട്. ഇതില് പുസ്തകത്തില് പ്രധാനപ്പെട്ട കുറച്ച് നിരൂപകരുടെയും സാഹിത്യ പ്രവർത്തകരുടെയും ഒക്കെ അഭിപ്രായങ്ങളോട് ചേർത്തിട്ടുണ്ട്. അതുകൂടി പറഞ്ഞിട്ട് പുസ്തകത്തിലേക്ക് കടക്കാം. അഴീക്കോട് മാഷിന്റെ ഒരു അഭിപ്രായം: തപോവന സ്വാമികളുടെ ഹിമഗിരി വിഹാരം, ജർമ്മൻ തത്വചിന്തകനായ കൈസർലിന്റെ ദി ട്രാവൽ ഡയറി ഓഫ് എ ഫിലോസഫർ എന്നിവയോട് ചേർത്താണ് അഴീക്കോട് ഈ പുസ്തകത്തെയും കാണുന്നത്. അതായത് കൈലാസത്തെക്കുറിച്ച് ലോകത്തിന് വെളിവാക്കി കൊടുത്ത മഹത്തായ പുസ്തകങ്ങളാണ്, ലോകോത്തര നിലവാരമുള്ള പുസ്തകങ്ങളാണ് ഇതൊക്കെ. ഇതിനോട് ചേർത്താണ് ഈ പുസ്തകത്തെയും ഹൈമവത ഭൂവിനെയും അദ്ദേഹം കാണുന്നത്. അത്ര ഭാരതത്തിന്റെ ശ്രേഷ്ഠമായ പ്രകൃതിഭാവത്തെയാണ് അത്രേ ഈ ഗ്രന്ഥം അനാവരണം ചെയ്യുന്നത്. കവി സച്ചിദാനന്ദൻ മാഷിന്റെ കവി സച്ചിദാനന്ദൻ സാറിന്റെ അഭിപ്രായമാണ് ഏറ്റവും എന്താ പറയാ എന്റെ വായനയോട് ചേർന്ന് നിൽക്കുന്നതെന്ന് പറയാം. ഒരു പ്രകൃതി ഉപാസകനും യാഥാസ്ഥികനല്ലാത്ത പാരമ്പര്യ അന്വേഷകനും ജിജ്ഞാസുവായ ചരിത്രകാരനും ഭാവനാശാലിയായ കഥാകാരനും വർത്തമാനകുതുകിയായ പത്രപ്രവർത്തകനും,
ഇവരെല്ലാവരും കൂടി ഒരുമിച്ച് സംസാരിക്കുന്ന പ്രതീതിയാണിത്. അതായത് ഇതിന്റെ ആഖ്യാനത്തിൽ ഒരു പത്രപ്രവർത്തകനുണ്ട്. പക്ഷെ ആ പത്രപ്രവർത്തകൻ വർത്തമാനകുതകിയാണ്. നടക്കുന്ന കാര്യങ്ങൾ അതേപടി റിപ്പോർട്ട് ചെയ്യാൻ കൗശലമുള്ള ഒരു പത്രപ്രവർത്തകനെ ഇതിൽ കാണാം. ഭാവനാശാലിയായ ഒരു കഥാകാരനെ കാണാം. വെറും റിപ്പോർട്ടിംഗ് മാത്രമല്ല, അതിൽ തന്റെ ഭാവനയും കൂടി ഉൾച്ചേർക്കുന്ന ഒരു സാഹിത്യകാരനെ കാണാം, കഥാകാരനെ കാണാം. ജിജ്ഞാസുവായ ഒരു ചരിത്രകാരനെ കാണാം. കാണുന്ന ഓരോ കാഴ്ചയിലും അതിന്റെ ചരിത്രം അന്വേഷിക്കാൻ ജിജ്ഞാസ കാണിക്കുന്ന ഒരു ചരിത്രകാരനെ കാണാം. യാഥാസ്ഥിതികനല്ലാത്ത ഒരു പാരമ്പര്യാന്വേഷകനെ കാണാം. അതായത് ഇതിനെ എല്ലാത്തിനെയും കൊണ്ടുപോയി യാഥാസ്ഥിതികത്വത്തിന്റെ അലയിൽ കെട്ടുന്ന അങ്ങനെയുള്ള ഒരാളല്ല. മറിച്ച് ഭാരതത്തിന്റെ പാരമ്പര്യത്തെ അന്വേഷിക്കാൻ താല്പര്യം കാണിക്കുന്ന ഒരു പാരമ്പര്യാന്വേഷകനെ കാണാം. ഒരു പ്രകൃതി ഉപാസകനെയും കാണാം. ഭാരതത്തിന്റെ ഈ ഹൈമവത ഭൂമിയുടെ പ്രകൃതിയെ ഉപാസിക്കുന്ന, അതിനെ ആരാധിക്കുന്ന ഒരു പ്രകൃതി ഉപാസകനെ, ഇവരെയൊക്കെ നമുക്ക് ഈ കൃതിയിൽ കാണാമെന്ന് പറയുന്നത്. ഈ അഭിപ്രായം വായിച്ചിട്ട് നമ്മൾ ഇതിലേക്ക് കടന്നാൽ നമ്മൾ ഉറപ്പായിട്ടും വായനയുടെ അവസാനം സച്ചിദാനന്ദ മാഷിന്റെ ഈ വരികൾ വീണ്ടും ഓർമ്മിക്കും. ഇനി പുസ്തകത്തിലേക്ക് നോക്കുകയാണെങ്കിൽ ഭാരതീയ ചരിത്രത്തെ കൂടിയാണ് ഇതിന്റെ കൂടെ പറയുന്നത്. ഇതില് വലിയൊരു ഭാഗം ചരിത്രം തന്നെയാണ്. പക്ഷെ അത് വിരസമായിട്ടുള്ള ചരിത്രാഖ്യാനമൊന്നുമല്ല. നമ്മൾക്ക് മടുപ്പ് തോന്നില്ല. പൊതുവെ ഹിസ്റ്ററിയോട് മടുപ്പുള്ളവരാണല്ലോ കുട്ടികളും നമ്മളെല്ലാവരും. വർഷങ്ങളും ഇതൊക്കെ കുറച്ച് വിരസമായിട്ടാണ് കാണുന്നത്. പക്ഷെ അങ്ങനെ വെറുതെ ചരിത്രം പറയലല്ല, അത് വളരെ ആകർഷകമാണ്. അത് വരുന്നതിന് ഞാൻ പറയാം. ഇപ്പൊ ഇതിൽ അതിന്റെ ഒരു കാലക്രമം, ഭാരത ചരിത്രത്തിന്റെ കാലക്രമം തന്നെ കാണാം. പുരാണങ്ങളിലെ പ്രാമുഖ്യം, ഹിമാലയത്തിന് പുരാണങ്ങളിൽ എന്ത് പ്രാമുഖ്യമുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് വരുമ്പോൾ രണോത്സുകരായ മൗര്യന്മാരുടെയും രജപുത്രന്മാരുടെയും ഒക്കെ സാമ്രാജ്യങ്ങളുടെ ഉദയാസ്തമയങ്ങൾ, അത് കഴിഞ്ഞ് വരുന്ന മുഗളന്മാരുടെ വംശാവലി വിവരണങ്ങൾ, അവരിലൊക്കെ നടക്കുന്ന പ്രണയം, അധികാരത്തിന് വേണ്ടിയിട്ട് നടന്ന വടംവലികള്, കേട്ടാൽ ഭയപ്പെടുന്ന തരത്തിലുള്ള ക്രൂരകൃത്യങ്ങള്, സംഭവങ്ങള്, ഇങ്ങനെയൊക്കെ വളരെ കൗതുകകരമായിട്ടുള്ള എന്താ പറയാ സംഭവ വികാസങ്ങൾ, ഇതൊക്കെ ഇതിലുണ്ട്. ജോർജ് അഞ്ചാമൻ കിരീടധാരണം നടത്തിയ ഡൽഹിയെ കുറിച്ചുള്ള വിശദീകരണം, ബ്രിട്ടീഷ് കാലം എത്തി, അതിനുശേഷം സ്വാതന്ത്ര്യ സമരത്തിന്റെ കാലം, സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിലെ രാഷ്ട്രീയ സംഭവങ്ങൾ, ഇതൊക്കെ വിശദീകരിക്കുന്ന ഒരു കൃതിയാണ്. വെറും ഹിമാലയ യാത്രയല്ല. പക്ഷെ ഇതിനൊക്കെ മേമ്പൊടിയായിട്ട് ഇടയ്ക്കിടയ്ക്ക് ഉടനീളം ഭാരത രാമായണാദി കഥകളുടെ മേമ്പൊടിയും ഇടയ്ക്കിടയ്ക്ക് ചേർത്ത് മനോഹരമാക്കിയിട്ടുണ്ട്. ഇങ്ങനെ പ്രാചീന കാലം മുതൽ വർത്തമാനകാലം വരെയുള്ള വിവിധ രാജവംശങ്ങളുടെയും ഭരണകൂടങ്ങളുടെയും ഒക്കെ പടയോട്ടങ്ങളും ഭരണമാറ്റങ്ങളും അധികാരക്കൊതിയും പ്രണയ തീവ്രതയും ഇതൊക്കെ ആഖ്യാനം ചെയ്യുന്ന ഒരു മനോഹരമായിട്ടുള്ള കൃതിയാണ്. ഞാൻ ആദ്യം തന്നെ പറയാം, ഇതിന്റെ അസ്ഥിപഞ്ജരം ഒരു യാത്രാവിവരണ കൃതിയുടേതാണെങ്കിൽ ഇതിന്റെ മാംസപേശികളൊക്കെ പല വകുപ്പുന്നാണ്. നമുക്ക് ഇതിനെ ഒറ്റയടിക്ക് സാങ്കേതികമായിട്ട് പറയാന്നുണ്ടെങ്കിലും വായനാനുഭവം തരുന്നത് ഒരു യാത്രാവിവരണത്തിന്റെ മാത്രം വായനാനുഭവം അല്ല. ഈ യാത്ര ആരംഭിക്കുന്നത് ഇന്ദ്രപ്രസ്ഥത്തിൽ നിന്നാണ്. ഇന്ദ്രപ്രസ്ഥം നമുക്കറിയാം, തലസ്ഥാനമായ ഡൽഹി തന്നെയാണ് ഇന്ദ്രപ്രസ്ഥം. 2003 ഒക്ടോബർ 16 അദ്ദേഹത്തിന്റെ ഭാര്യ ഉഷയും മാതൃഭൂമിയിലെ മറ്റ് ജീവനക്കാരും കൂടിയാണ് ഈ യാത്ര നടത്തുന്നത്. ഈ പുസ്തകം സമർപ്പിച്ചിരിക്കുന്നത് തന്നെ അദ്ദേഹം സ്വന്തം ഭാര്യയ്ക്കാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ഘടകമാണത്. എൻ്റെ പ്രിയതമയ്ക്ക് എന്നൊക്കെ പറഞ്ഞ് ഒരു പേജ് കൊടുത്തിട്ടുണ്ട്. വർത്തമാനകാല ഡൽഹിയെ തന്റെ സ്മരണകളുമായി കൂട്ടിച്ചേർത്താണ് വിശദീകരിക്കുന്നത്. അദ്ദേഹം രാഷ്ട്രീയ നേതാവായിരുന്നു, വലിയ സ്വാധീനം ഉണ്ടായിരുന്നു, കേന്ദ്രമന്ത്രിയായിരുന്നു. അതുകൊണ്ട് തന്നെ ഡൽഹിയെ കുറിച്ച് വിശദീകരിക്കാൻ അദ്ദേഹത്തിന് ഒരു പഞ്ചവും ഇല്ല, എന്നാൽ അതൊട്ട് വിരസവും അല്ല. ആദ്യം ഇങ്ങനെ വർത്തമാനകാല ഡൽഹിയെ പറ്റി പറയുന്ന അദ്ദേഹം പിന്നീട് പുരാണത്തിലേക്ക് കടക്കുക. പുരാണം ആരംഭിക്കുന്നത് മയനിലാണ്. അസുര ശില്പിയായ മയനിൽ തുടങ്ങുന്നു. മയൻ ഒരിക്കൽ കാട്ടുതീയിൽ അകപ്പെട്ടപ്പോൾ അർജുനനാണ് രക്ഷിച്ചത്. അതിന് പ്രത്യുപകാരമായിട്ട് അവരുടെ വനവാസത്തിന് ശേഷം രാജധാനി പണിതു കൊടുക്കാം. ആ രാജധാനിയാണ് അത്ര ഇന്ദ്രപ്രസ്ഥം. പിന്നീട് ഡൽഹിയായി മാറിയ ഇന്ദ്രപ്രസ്ഥം. ആ രാജധാനിയിൽ മയൻ പണിതു കൊടുത്ത ഒരു കൊട്ടാരമാണ്, അതിന്റെ ഫ്ലോറാണ്, നിലമാണ് ദുര്യോധനന് സംഭവിച്ച അമളിക്കും പാഞ്ചാലിയുടെ ചിരിക്കും പിന്നീട് സർവ്വവിനാശത്തിനും കാരണമായ കുരുക്ഷേത്ര യുദ്ധത്തിനൊക്കെ കാരണമായത് നമുക്കറിയാം. ഇതൊക്കെ പറഞ്ഞുകൊണ്ട് മനോഹരമായിട്ട് കഥ പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം നമ്മളെ ഹിമാലയത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നത്. യമുന സാക്ഷി എന്ന് പറഞ്ഞൊരു അടുത്ത ചെറിയ ചെറിയ അധ്യായങ്ങളാണ്. യമുന സാക്ഷി എന്ന് പറയുന്ന അധ്യായത്തിൽ രജപുത്രന്മാരുടെയും ഗുപ്ത സാമ്രാജ്യത്തിന്റെയും ശക കുശ സുംഗ സാമ്രാജ്യങ്ങൾ, പിന്നെ എക്കാലത്തെയും മഹത്തായ സാമ്രാജ്യമായ മൗര്യ സാമ്രാജ്യത്തിന്റെ ഒക്കെ ചരിത്ര വിവരങ്ങൾ, സംഭവങ്ങളൊക്കെ പറയുന്നുണ്ട് അദ്ദേഹം. പിന്നീട് ഡൽഹി സുൽത്താനേറ്റിനെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് വളരെ ആകർഷകമായിട്ട് തോന്നിയത്, ഡൽഹിയുടെ സിംഹാസനത്തിൽ ഒരൊറ്റ സ്ത്രീയെ ഇരുന്നിട്ടുള്ളൂ. അത് ഡൽഹി സുൽത്താനേറ്റിലെ അടിമ വംശത്തിൽപ്പെട്ട ഒരു സുൽത്താന റസിയ. അവരുടെ കഥയൊക്കെ പറയുന്നത് നമുക്കിങ്ങനെയാണ്. ചരിത്രത്തിൽ നമുക്ക് അറിയാത്ത കൗതുകകരമായിട്ടുള്ള ചില പൊടിക്കൈകൾ അദ്ദേഹം ചേർക്കും നമ്മളെ പിടിച്ചിരുത്താൻ വേണ്ടി. പിടിച്ചിരുത്തേണ്ട കാര്യമില്ല, പക്ഷെ നമ്മളുടെ വായനയെ കൂടുതൽ
തീവ്രമാക്കാൻ വേണ്ടി, കൂടുതൽ രസകരമാക്കാൻ വേണ്ടി ഇങ്ങനെയുള്ള കുറെ അധികം അറിയപ്പെടാത്ത, നമുക്ക് കൗതുകം തോന്നുന്ന കുറെ സന്ദർഭങ്ങൾ അദ്ദേഹം ചേർക്കുന്നുണ്ട്. അത് സ്വന്തം സാഹിത്യവാസന കൊണ്ട് വിശദീകരിച്ച് പൊലിപ്പിച്ച് അദ്ദേഹം മനോഹരമായിട്ട് അവതരിപ്പിച്ചു വെച്ചിട്ടുണ്ട്. പിന്നെ മുഗളന്മാരുടെ, ബാബർ തൊട്ട് ഔറംഗസേബ് വരെയുള്ള മുഗളന്മാരുടെ, അതിനിടയിൽ ഷാജഹാന്റെയും മറ്റും കഥ, സ്വന്തം മകന്റെ പെട്ട അവസ്ഥ, സ്വന്തം മകനായ ദാരാ ഷിക്കോവിന്റെ തല ഒരു പിറന്നാൾ സമ്മാനമായിട്ട് മുമ്പിൽ കാണേണ്ടി വന്ന അച്ഛന്റെ അവസ്ഥ, ഇതൊക്കെ പറയുന്നുണ്ട്. ഔറംഗസേബ് എത്ര വിചിത്രമായിട്ടുള്ള വ്യക്തിത്വത്തിന് ഉടമയായിരുന്നു. അദ്ദേഹം ഒരു വശത്ത് വളരെ മതഭ്രാന്തിനുടമയായിരുന്നു എന്ന് പറയുമ്പോൾ തന്നെ അദ്ദേഹം വളരെ ലളിത ജീവിതം, സ്വന്തം കൈകൊണ്ട് തുന്നിയ തുണി കഷ്ണങ്ങൾ വിറ്റാണ് അദ്ദേഹം സ്വന്തം സ്വകാര്യ ആവശ്യങ്ങൾ നടത്തിയിരുന്നൊക്കെ പറയുമ്പോൾ നമുക്ക് വളരെ അത്ഭുതം തോന്നും. ചരിത്രത്തിലെ വ്യക്തികൾ എത്ര വ്യത്യസ്തരാണ്, നമുക്ക് ഒരു കള്ളിയിൽ ഉൾപ്പെടുത്താൻ പറ്റാത്ത ആളുകളാണെന്ന് തോന്നിപ്പോകുന്ന വിവരണങ്ങളാണ് ഇതൊക്കെ. അദ്ദേഹം സംഗീതം മുഗൾ സാമ്രാജ്യത്തിൽ നിരോധിച്ചതും, സംഗീതോപകരണങ്ങൾ കുഴിച്ചിട്ടതും, ഇതൊക്കെ വളരെ രസകരമായിട്ടാണ് അദ്ദേഹം ഇതിൽ ആഖ്യാനം ചെയ്തിരിക്കുന്നത്. പിന്നെ അദ്ദേഹം ഡൽഹിയിലെ മറ്റൊരു കാഴ്ച കാണിക്കുകയാണ്. അതിബൃഹത്തായിട്ടുള്ള സ്വാമിനാരായണൻ മന്ദിർ. ഡൽഹിയിലെ പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രമാണ്. ഇസ്കോൺ ഒക്കെ പോലെയുള്ള ഒരു വലിയ സന്യാസി സംഘടന, അല്ലെങ്കിൽ ഒരു മതസംഘടന എന്ന് പറയാമോ എന്ന് എനിക്കറിയില്ല. അതാണ് സ്വാമിനാരായൺ സംസ്ഥ. അതിന്റെ ചരിത്രം, അതിന്റെ പ്രവർത്തനം, ഈ ക്ഷേത്രത്തിന്റെ വിവരണം. ലോകത്തെമ്പാടുമായിട്ട് 50ഓളം ക്ഷേത്രങ്ങൾ അവർക്കുണ്ട്. ജീവകാരുണ്യ മേഖലയിലൊക്കെയാണ് അവർ പ്രധാനമായിട്ട്. അപ്പൊ അതിനെ പറ്റിയൊക്കെ പറഞ്ഞു പോകുന്നുണ്ട് അദ്ദേഹം. ഡൽഹി വിട്ടു കഴിഞ്ഞാൽ പിന്നെ അദ്ദേഹം നേരെ പോകുന്നത് മീററ്റിലേക്കാണ്. മീററ്റിനെ കുറിച്ച് പറയുമ്പോൾ നമുക്കറിയാം, നിർബന്ധമായും 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തെ കുറിച്ച് എന്താ പറയാ സുദീർഘമായിട്ട് തന്നെ അദ്ദേഹം വിവരിക്കുന്നുണ്ട്. അതൊന്നും പക്ഷെ ഒരു ടെക്സ്റ്റ് ബുക്കിലെ, ഹിസ്റ്ററി ടെക്സ്റ്റ് ബുക്കിലെ വിരസമായിട്ടുള്ള റിപ്പോർട്ട്, എന്താ പറയാ ഖണ്ഡികകൾ പോലെ അല്ല. അത് നമ്മൾ വായിച്ചു തന്നെ അനുഭവിക്കേണ്ടതാണ്. മീററ്റിനെ പറ്റി പറയുമ്പോൾ രസകരമായിട്ടുള്ള മറ്റൊരു കഥ, അലക്സാണ്ടർ ചക്രവർത്തി ഒരിക്കൽ ഇന്ത്യ ആക്രമിക്കാൻ വന്ന് മീററ്റിലും എത്തിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. അദ്ദേഹം അവിടെ ഇന്ത്യൻ സന്യാസിമാരെ കുറിച്ചൊക്കെ കേട്ടറിഞ്ഞപ്പോൾ കല്യാണ ഋഷി എന്ന് പറഞ്ഞൊരു സന്യാസിയെ തന്റെ അടുത്തേക്ക് വരുത്തുകയും തനിക്ക് ലോകം പിടിച്ചടക്കാൻ പറ്റുമോ എന്ന് ഒന്ന് ഗണിച്ച് പറയാൻ പറയും. സന്യാസി ഒരു മുടിനാര് കൊടുത്തിട്ട്, അത് മുടി വളഞ്ഞായിരിക്കുമല്ലോ ഇരിക്കും, അതൊന്ന് നിവർത്താൻ അലക്സാണ്ടറിനോട് പറഞ്ഞു. പക്ഷെ അലക്സാണ്ടറിന് ഒരിക്കലും അത് ഒട്ടും സാധിച്ചില്ല. അപ്പം കല്യാണ ഋഷി പറഞ്ഞത്, ഒരു മുടിയിഴ പോലും നിങ്ങൾക്ക് നേരെയാക്കാൻ കഴിയുന്നില്ല. ഒരു വശം നേരെയാക്കുമ്പോഴേക്കും അടുത്ത വശം വളഞ്ഞു തുടങ്ങും. ഇതുപോലെ തന്നെയായിരിക്കും നിങ്ങളുടെ സാമ്രാജ്യ വിപുലീകരണത്തിനുള്ള ശ്രമങ്ങളും എന്ന് പറഞ്ഞ് അത് സത്യം ആവുകയും ചെയ്യും. ഇന്ത്യ കീഴടക്കാൻ പറ്റിയില്ല, അലക്സാണ്ടറിനെ തിരിച്ചുപോയി. അപ്പൊ ഇങ്ങനെയുള്ള രസകരമായിട്ടുള്ള കഥകളൊക്കെ പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം നമ്മളെ കൊണ്ടുപോകുന്നത്. ഇത് അങ്ങനെ മീററ്റ് വിട്ടു കഴിഞ്ഞാൽ, മീററ്റ് എത്തുമ്പോഴും നമ്മൾ ഹിമാലയ ഹൈമവത ഭൂമിയിലേക്ക് എത്തിയിട്ടില്ല. സത്യം പറഞ്ഞ ഹൈമവത ഭൂമിയിലേക്ക് കടക്കുന്ന ഒന്നാമത്തെ പടി ഹരിദ്വാറാണ്. ദേവഭൂമിയിലേക്കുള്ള കവാടം എന്നാണ് അതിന്റെ തലക്കെട്ട് തന്നെ കൊടുത്തിരിക്കുന്നത്. ദേവഭൂമിയിലേക്കുള്ള കവാടമാണ് ഹൈമവത ഭൂമി. അടുത്ത ഇത് 1, 2, 3 എന്താ പറയാ അധ്യായങ്ങളായിട്ടാണ് അദ്ദേഹം ഹരിദ്വാറിനെ കുറിച്ച് പറയുന്നത്. ദേവഭൂമിയിൽ നിന്ന് വേദഭൂമിയിലേക്ക് എന്നൊരു അധ്യായം അദ്ദേഹം അതിൽ ചേർത്തിട്ടുണ്ട്. ദേവഭൂമിയിൽ നിന്ന് വേദഭൂമിയിലേക്ക്. അദ്ദേഹത്തിന്റെ ആഖ്യാനത്തിന്റെ ഒരു പ്രത്യേകത, തരം കിട്ടുമ്പോഴൊക്കെ അദ്ദേഹം കേരളത്തിലേക്ക് തിരിച്ചു വരും. അത് തിരിച്ചു വരാൻ വേണ്ടി മനഃപൂർവ്വം ഉണ്ടാക്കുന്ന ബന്ധപ്പെടുത്തലല്ല, മറിച്ച് എവിടെ ചെന്നാലും ഒരു കേരളത്തനിമ അദ്ദേഹം കാണുന്നുണ്ട്. കേരളമായിട്ട് എന്തെങ്കിലും ഒരു ബന്ധം അദ്ദേഹം കാണുന്നുണ്ട്, അതിനെ വിശദീകരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ദേവഭൂമിയായ ഹരിദ്വാറിൽ നിന്ന് അദ്ദേഹം വേദഭൂമിയായ മേഴത്തൂരിനെ പറ്റിയാണ് പറയുന്നത്. മേഴത്തൂർ പാലക്കാട് ജില്ലയിലെ ഒരു ഗ്രാമമാണ്. മേഴത്തൂർ അഗ്നിഹോത്രി എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും. പറയിപെറ്റ പന്തിരുകുലത്തിലെ സീമന്തപുത്രനാണ്, മൂത്തയാളാണ് മേഴത്തൂർ അഗ്നിഹോത്രി. അത് വേദഭൂമി എന്നാണ് അറിയപ്പെടുന്നത് തന്നെ. അപ്പൊ വേദഭൂമിയെ പറ്റി പറഞ്ഞ് അദ്ദേഹം പിന്നീട് പറയിപെറ്റ പന്തിരുകുലത്തെ കുറിച്ച് വാചാലനാവുകയാണ് ചെയ്യുന്നത്. അദ്ദേഹം ഒരു അധ്യായത്തിന് കൊടുത്തിരിക്കുന്ന പേര് തന്നെ പറയിപെറ്റ പന്തിരുകുലം ഭാരതത്തിന്റെ പരിച്ഛേദം എന്നാണ്. അതിൽ അദ്ദേഹം വിശദമായിട്ട് പറയിപെറ്റ പന്തിരുകുലത്തെ വളരെ എന്താ പറയാ സാഹിത്യാത്മകമായി, ഭാവനാത്മകമായി അവതരിപ്പിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ വാഗ്വിലാസം അതിൽ കാണാം. അതിന് അക്ഷരം പ്രതി അത് ഭാരതത്തിന്റെ പരിച്ഛേദം തന്നെയാണ്. നമുക്കറിയാം, പല ജാതി മതങ്ങളിൽപ്പെട്ട ആളുകൾ ഒരമ്മയുടെ മകനായിട്ട്, ഒരമ്മയുടെ അച്ഛന്റെയും മക്കളായിട്ട് തീരുന്ന കഥയാണത്. ഹിന്ദു പറയനുണ്ട്, പുലയനുണ്ട്, ആശാരിയുണ്ട്, പാണനുണ്ട്, മുസ്ലിമുണ്ട്,
നായർ സ്ത്രീയുണ്ട്. അങ്ങനെ പല പല വിഭാഗങ്ങൾ. ഒരു മതത്തിലും ജാതിയിലും പെടാത്തത് കൊണ്ട് സമൂഹം ഭ്രാന്തനായിട്ട് കരുതിയ നാറാണത്ത് ഭ്രാന്തനുണ്ട്. ഇങ്ങനെ ഇങ്ങനെ പല വിഭാഗങ്ങളിൽപ്പെട്ടവർ ഒരുമിച്ച് ജീവിക്കുന്ന ഒരു ഭൂമിക. അപ്പം ഭാരതത്തിന്റെ പരിച്ഛേദന തന്നെയാണ് അത് എന്ന് അദ്ദേഹം സമർത്ഥിക്കുന്നുണ്ട് ആ അധ്യായത്തിൽ. പിന്നീട് ഹരിദ്വാറിനെ കുറിച്ച് പറയുമ്പോൾ തന്നെ ശിവസങ്കല്പത്തെക്കുറിച്ചും നാട്യശാസ്ത്രത്തെക്കുറിച്ചും അതുമായിട്ട് ബന്ധപ്പെട്ട പുരാണ കഥകളെ കുറിച്ചും ഒക്കെ വാചാലനായിക്കൊണ്ട് അദ്ദേഹം അടുത്ത ഘട്ടത്തിലേക്ക് പോകുന്നത്, അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് ഋഷികേശാണ്. ഋഷികേശിനെ പറ്റി പറയുമ്പോൾ അദ്ദേഹം കൂടുതലായിട്ടും പുരാണത്തിലേക്കല്ല ശ്രദ്ധ കൊണ്ടുപോകുന്നത്. മസൂറി, ഡെറാഡൂൺ തുടങ്ങിയ അവിടുത്തെ വിനോദസഞ്ചാര മേഖലകളെ പറ്റി, ആ സ്ഥലങ്ങളുടെ ചരിത്രത്തെ പറ്റിയൊക്കെയാണ് കൂടുതലായിട്ടും പറയുന്നത്. മസൂറിയെ പറ്റി പറയുമ്പോൾ വളരെ കൗതുകകരമായിട്ട് എനിക്ക് കിട്ടിയൊരു പുതിയ അറിവ്, ആംഗ്ലോ ഇന്ത്യൻ എഴുത്തുകാരനായ റസ്കിൻ ബോണ്ട് അവിടെയാണ് ജീവിക്കുന്നത്. ഇപ്പോഴും അവിടെ ഉണ്ട് എന്ന് ഞാൻ ഇത് വായിക്കുമ്പോഴാണ് അറിയുന്നത്. ഇത് വായിച്ചതിന് ശേഷം ഒന്ന് ഗൂഗിൾ സെർച്ച് ചെയ്തു, അങ്ങനെ മനസ്സിലാക്കി. അപ്പൊ അദ്ദേഹം ഇപ്പോഴും അവിടെ പുറംലോകമായിട്ട് അധികം ബന്ധമൊന്നുമില്ലാതെ ജീവിക്കുന്നു, അങ്ങനെ ആളുകളോട് ഇടപെടാറില്ല എന്നൊക്കെ അറിയാൻ കഴിഞ്ഞു. അപ്പോൾ അത് വളരെ ഒരു അഡീഷണൽ അറിവാണ് അത് എനിക്ക് കിട്ടിയത്. പിന്നീട് യമുനയെ പറ്റി പറയുമ്പോൾ അദ്ദേഹം രാധാകൃഷ്ണ സങ്കല്പത്തെ കുറിച്ചാണ് വാചാലനാവുന്നത്. കൃഷ്ണകഥ ഭാരതത്തില് എല്ലാ മേഖലകളിലുള്ളവരെയും പ്രായഭേദമന്യേ സ്വാധീനിച്ച ഒരു സങ്കല്പമാണ് കൃഷ്ണ. അത് ഏത് പ്രായത്തിലുള്ളവർക്കും ചിലപ്പോൾ മകനായി, കൂട്ടുകാരനായി, കാമുകനായി, ഭർത്താവായും, ആരായിട്ടും കാണാം, സുഹൃത്തായും ഒക്കെ കാണാൻ പറ്റുമെന്ന് അദ്ദേഹം പറയുന്നു. ആ കൃഷ്ണകഥയെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം ഗുരുവായൂരിലേക്ക് വരും. ഗുരുവായൂരിലെ ചരിത്രം, ഗുരുവായൂരിലെ ഐതിഹ്യം, ഇതിനൊക്കെ കുറിച്ചൊക്കെ നമുക്ക് കൃത്രിമത്വം തോന്നാത്ത തരത്തിലുള്ള ബന്ധങ്ങൾ അദ്ദേഹം അവതരിപ്പിക്കും നമ്മുടെ മുമ്പിൽ. അപ്പൊ നമുക്ക് വളരെ രസമാണ്. പെട്ടെന്ന് നമ്മൾ ഗുരുവായൂരിലേക്ക്, കേരളത്തിലേക്ക് ചാടും. അതൊരു വലിയ അനുഭവം തന്നെയാണ് വായനയിൽ. പിന്നെ അദ്ദേഹം ഉജ്ജയിനിയെ പറ്റി പറയുമ്പോൾ വരരുചിയെ പറ്റി പറയും. ഉജ്ജയിനിയിലെ വിക്രമാദിത്യ രാജാവിന്റെ സദസ്യനായിരുന്നു വരരുചി. അപ്പൊ സ്വാഭാവികമായിട്ടും വരരുചിയുടെ നാടായ കേരളത്തെ കുറിച്ച് പറയേണ്ടി വരും. അങ്ങനെ അദ്ദേഹം ആ ഹൈമവത ഭൂവിൽ നിന്ന് കേരളത്തിലേക്ക് വരും. ഇങ്ങനെയൊക്കെയാണ് അദ്ദേഹത്തിന്റെ വരവും പോക്കും ഈ പുസ്തകത്തിൽ. പിന്നീട് അദ്ദേഹം ഉത്തരകാശിയെ പറ്റിയാണ് പറയുന്നത്. ഉത്തരകാശിയിലാണ് മലയാളിയായിരുന്ന തപോവന സ്വാമികൾ പ്രവർത്തിച്ചിരുന്നത്. അദ്ദേഹം മലയാളിയായിരുന്നു, പാലക്കാട്ടുകാരനായിരുന്നു. പിന്നീട് സന്യാസം സ്വീകരിച്ച് ഉത്തരേന്ത്യയിലേക്ക് പോവുകയും അവിടെ അത്യാവശ്യം അനുയായികളൊക്കെ ഉണ്ടാവുകയും ഒരുപാട് പ്രവർത്തനങ്ങൾ ചെയ്യുകയും ചെയ്ത ആളാണ്. അപ്പൊ കൈലാസത്തെക്കുറിച്ച്, ഹിമാലയത്തെക്കുറിച്ചൊക്കെ ആദ്യത്തെ ഒരു വിവരണം, ഒരു വിശദീകരണം മലയാളിക്ക് തന്നത് അദ്ദേഹമാണെന്ന് പറയാം. അദ്ദേഹത്തിന്റെ ഞാൻ ആദ്യം സൂചിപ്പിച്ചിരുന്ന ഒരു പുസ്തകം, പേര് ഞാൻ വിട്ടുപോയി. ആ പുസ്തകം, അതിലൂടെയാണ് മലയാളിക്ക് ഹിമാലയം പരിചിതമായി തുടങ്ങുന്നത്. പക്ഷെ അപ്പോഴും കൈലാസം പോലെയുള്ള പർവ്വതങ്ങളൊക്കെ കവികളുടെയൊക്കെ ഭാവനാസൃഷ്ടി, ഋഷിമാരുടെയൊക്കെ ഭാവനാസൃഷ്ടിയാണ് എന്നായിരുന്നു മലയാളികൾ ചിന്തിച്ചിരുന്നത് എന്ന് ഞാൻ MK രാമേന്ദ്രന്റെ ഡാഗനിമാരുടെ ഹൃദയഭൂമിയിൽ എന്ന പുസ്തകത്തിന്റെ അനുബന്ധത്തിൽ വായിച്ചിട്ടുണ്ട്. അപ്പൊ ഈ ഹൈമവത ഭൂവിലും ഡാഗനിമാരുടെ ഹൃദയഭൂമിയും ഒക്കെയാണ് അത്രേ കൈലാസം ഒരു യഥാർത്ഥ ഒരു വസ്തുതയാണെന്നും അത് ശരിക്കും ഉള്ളതാണെന്നും ഒരു ഭാവന മാത്രമല്ലെന്നും മലയാളിക്ക് മനസ്സിലാക്കി കൊടുത്തതെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അതുവരെ അതൊരു സങ്കല്പമായിരുന്നു, ഉറപ്പില്ലാത്തൊരു കാര്യമായിരുന്നു എന്നാണ് പറയുന്നത്. അങ്ങനെ അദ്ദേഹം ഉത്തരകാശിയിലെ മലയാളിയായ തപോവന സ്വാമികളെ പറ്റിയൊക്കെ പറഞ്ഞ്, പിന്നീട് ഗംഗ, ഒരിക്കലും വിട്ടുപോകാൻ പറ്റില്ല ഗംഗ. അതും കൈലാസത്തെ പോലെ തന്നെയാണ്, പ്രധാനപ്പെട്ടതാണ് ഗംഗ. ഏത് ഇന്ത്യക്കാരനും, ഇന്ത്യക്ക് പുറത്തുള്ളവരെ പോലും സ്വാധീനിച്ച നദിയാണ് ഗംഗ. അതിന്റെ പുരാണം, അതിന്റെ ഭൂമിശാസ്ത്രപരമായ വിവരണങ്ങള്, സാഹിത്യത്തെ ഗംഗ എത്ര സ്വാധീനിച്ചു എന്നൊരു അധ്യായം തന്നെ അദ്ദേഹം ചേർത്തിട്ടുണ്ട്. ശങ്കരാചാര്യരുടെ കൃതികളിൽ, വാൽമീകി വിശദീകരിക്കേണ്ട കാര്യമില്ലല്ലോ, വാൽമീകിയുടെ എഴുത്തിൽ, പി കുഞ്ഞിരാമൻ നായർ വരെ അദ്ദേഹം പറയുന്നുണ്ട്. അങ്ങനെ സാഹിത്യത്തിൽ ഗംഗ എത്ര സ്വാധീനം ചെലുത്തി, ഇന്ത്യൻ മനസ്സിൽ ഗംഗയ്ക്കുള്ള വലിയ പങ്ക് എന്ത് എന്നൊക്കെ വിശദീകരിക്കുന്നത്. ഇങ്ങനെ പുരാണത്തിലും ചരിത്രത്തിലും മാത്രമല്ല അദ്ദേഹത്തിന് കണ്ടുപോകുന്നത്, സമകാല പരിസ്ഥിതി പ്രശ്നങ്ങളിലേക്കും കൂടി. ഗംഗ നമുക്കറിയാം വലിയ ദേവതയായിട്ടും അമ്മയായിട്ടും ഒക്കെ കാണുന്നുണ്ട് എന്നുണ്ടെങ്കിലും ഏറ്റവും മലിനീകരിക്കപ്പെട്ട നദികളിലൊന്നാണ് ഗംഗ. അതൊരു വലിയ വൈരുദ്ധ്യമാണ് ഇന്ത്യക്കുള്ളിലെ. പരിസ്ഥിതി പ്രശ്നങ്ങൾ, ഗംഗയും ഹൈമവത ഭൂവും എല്ലാം നേരിടുന്ന പരിസ്ഥിതി പ്രശ്നങ്ങളെ പറ്റി അദ്ദേഹം പറയുന്നുണ്ട്. കോർപ്പറേറ്റുകളുടെ ഭീഷണി, അതുപോലെ അവിടെ പണിയുന്ന വൻകിട അണക്കെട്ടുകൾ ഉണ്ടാക്കുന്ന പാരിസ്ഥിതിക ആഘാതങ്ങള്, അതുകൊണ്ടൊക്കെ ഉണ്ടാകുന്ന സാംസ്കാരിക പ്രശ്നങ്ങള്, സാംസ്കാരികമായിട്ടുള്ള വെല്ലുവിളികള്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെ കുറിച്ച് കൂടി പറയുന്നുണ്ട് അദ്ദേഹം. അതിനും അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പശ്ചാത്തലം വളരെ സഹായിച്ചിട്ടുണ്ടാവും. കാരണം കാര്യങ്ങളെ കൂടുതൽ വസ്തുനിഷ്ഠമായിട്ട് അറിയാനും മനസ്സിലാക്കാനും അഭിപ്രായങ്ങൾ പറയാനും ഒക്കെ അദ്ദേഹത്തിന് സത്യസന്ധമായിട്ട് സാധിച്ചിട്ടുണ്ടാവും എന്നാണ് ഞാൻ കരുതുന്നത്. പിന്നെ അദ്ദേഹം വെറുതെ
ഇന്ത്യയിൽ മാത്രം, ഇന്ത്യയുടെ പരിസ്ഥിതി പ്രശ്നങ്ങൾ മാത്രം പറയല്ല, ലോകത്തിന്റെ ഇതര ഭാഗങ്ങളിൽ ഉണ്ടായിട്ടുള്ള സമാനമായിട്ടുള്ള കാര്യങ്ങളെ കോട്ട് ചെയ്തുകൊണ്ട് തന്റെ അഭിപ്രായം ഉറപ്പിക്കുകയും കൂടി ചെയ്യുന്നുണ്ട് അദ്ദേഹം. കാരണം മറ്റു സ്ഥലങ്ങളിലും ഇങ്ങനെ ഉണ്ടായിട്ടുണ്ട്, ഉദാഹരണങ്ങൾ അദ്ദേഹം കാണിച്ചു കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ കഴിഞ്ഞ് അദ്ദേഹം പിന്നീട് അടുത്ത ഘട്ടമായിട്ടുള്ള രുദ്രപ്രയാഗ്, ഈ രുദ്രപ്രയാഗ് വായിച്ചപ്പോൾ എന്റെ മനസ്സിൽ ഉടക്കി എപ്പോഴും തെളിഞ്ഞു നിൽക്കും, പുസ്തകത്തെ കുറിച്ച് ആലോചിക്കുമ്പോൾ തെളിഞ്ഞു നിൽക്കുന്ന ഒരു ഭാഗം രുദ്രപ്രയാഗിനെ കുറിച്ചുള്ള ഭാഗമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഹൈമവത ഭൂമിയിലൂടെയുള്ള യാത്ര എന്ന് നമ്മൾ പറയുമ്പോൾ തന്നെ നമുക്ക് മഞ്ഞും തണുപ്പും ഒക്കെയാണ് മനസ്സിലേക്ക് വരിക. പക്ഷെ രുദ്രപ്രയാഗിനെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് ഘോര വനങ്ങളുടെ കടുത്ത പച്ചയാണ് എന്റെ മനസ്സിലേക്ക് വരുന്നത്. കാരണം നിബിഡമായിട്ടുള്ള വനങ്ങൾ നിറഞ്ഞൊരു സ്ഥലമാണ് അതെന്നാ പറയുന്നത്. അവിടെ അദ്ദേഹം ഇതിന്റെ പുരാണത്തെക്കുറിച്ചും ചരിത്രത്തെക്കുറിച്ചും ഒക്കെ പറയുന്നുണ്ടെങ്കിലും കാടുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾക്കാണ് അദ്ദേഹം ഈ രുദ്രപ്രയാഗിന്റെ അധ്യായത്തിൽ പ്രാധാന്യം കൊടുക്കുന്നത്. ജിം കോർബറ്റ് നമുക്കൊക്കെ അറിയായിരിക്കും. ജിം കോർബറ്റ് അദ്ദേഹത്തെ കുറിച്ചൊക്കെ പറയുന്നത് ഈ രുദ്രപ്രയാഗിനെ കുറിച്ചുള്ള അധ്യായത്തിലാണ്. ജിം കോർബറ്റ് ഒരു ബ്രിട്ടീഷുകാരനായിരുന്നു, ഇന്ത്യയിലാണ് ജനിച്ചത്. പക്ഷെ ഇങ്ങോട്ട് കുടിയേറിയ ബ്രിട്ടീഷ് ദമ്പതികളുടെ മകനായിട്ടാണ് ജനിച്ചത്. അദ്ദേഹം ഒരു വലിയ നായാട്ടുകാരനും എന്നാൽ വലിയ പരിസ്ഥിതി പ്രവർത്തകനും വനസംരക്ഷകനും ഒക്കെ ആയിരുന്നു. അപ്പൊ നമുക്ക് ഡൗട്ട് തോന്നും, നായാട്ടുകാരനും വനസംരക്ഷകനും അതെന്ത് കോമ്പിനേഷൻ തോന്നും. നായാട്ടുകാരൻ ഉദ്ദേശിച്ചത് നരഭോജികളായ മൃഗങ്ങളെ, കടുവകളെയും പുലികളെയും ഒക്കെ നായാടിയിരുന്ന ഒരു കണക്കിന് പ്രദേശവാസികൾക്ക് ഗുണം ചെയ്തിരുന്ന ഒരു നായാട്ടുകാരനാണ്, അല്ലാതെ വിനോദത്തിനായിട്ടായിരുന്നില്ല. അദ്ദേഹം വനസംരക്ഷണത്തിന് വലിയ പ്രാധാന്യം ഉള്ള ആളാണ്. ഇന്ത്യയിലെ വനസംരക്ഷണത്തിന്റെയും പ്രകൃതി സംരക്ഷണത്തിന്റെയും കാര്യത്തിൽ ജിം കോർബറ്റിനെ മാറ്റി നിർത്തിയിട്ട് നമുക്ക് പറയാനേ കഴിയില്ല. അതിന് ആധുനികമായിട്ടുള്ള ഒരു ബോധവൽക്കരണമൊക്കെ തന്ന ഒരാൾ കൂടിയാണ് ഇന്ത്യക്കാർക്ക് അദ്ദേഹം. പക്ഷെ അദ്ദേഹം നായാട്ടുകാരനുമായിരുന്നു. കാരണം നരഭോജികളായിട്ടുള്ള 12ഓളം കടുവകളെ അദ്ദേഹം വേട്ടയാടിയിട്ടുണ്ട്. ദ മാൻ ഈറ്റിംഗ് ലിയോപാർഡ് ഓഫ് രുദ്രപ്രയാഗ് എന്നൊരു പുസ്തകം തന്നെ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. ഈ 12ഓളം കടുവകളെ അദ്ദേഹം കൊന്നിട്ടുണ്ടെങ്കിലും അതിൽ തന്നെ ഏറ്റവും ഭീകരനായിട്ടുണ്ടായിരുന്ന ഒരു കഥ, ഒരു മൃഗത്തെ പറ്റിയാണ് ഈ പുസ്തകം. എത്രയോ അധികം മനുഷ്യരെ ആ കടുവ തിന്നിട്ടുണ്ടെന്നാ പറയുന്നത്. അതിന്റെ ഒരു ഭാഗമൊക്കെ ഇദ്ദേഹം വളരെ സാഹിത്യാത്മകമായി, അവിടെ ഒരു സാഹിത്യകാരനാണ് നമുക്ക് കാണുക. ഈ ഭീമാകാരനായ ഒരു കടുവ, എന്റെ മനസ്സിൽ ഇപ്പോഴും ഉള്ള ചിത്രമാണ് അത്. ഞാൻ അന്ന് വായിച്ച ഭാഗത്ത് നിന്ന് എന്റെ ഓർമ്മയിലുള്ള ചിത്രം, ഭീമാകാരനായ ഒരു കടുവ ഒരു രാത്രിയിൽ ഉറങ്ങിക്കിടന്ന കുടുംബത്തെ ഈറ്റ പോലെ എന്തൊരു സാധനം കൊണ്ട് പണിത കുടിലിന്റെ മതില് പൊളിച്ച് ഉറങ്ങിക്കിടന്ന കുഞ്ഞിനെ കടിച്ചെടുത്തോണ്ട് പോകുന്ന രംഗമൊക്കെ അതിൽ പറയുന്നുണ്ട്. അത് അന്ന് വായിച്ച ആ രംഗം ഒരു സിനിമയിൽ കാണുന്നത് പോലെ, ഒരു സിനിമ കണ്ടപ്പോൾ പതിഞ്ഞതുപോലെ എന്റെ മനസ്സിലുണ്ട്. പിന്നെ തീർത്ഥയാത്രയ്ക്ക് പോകുന്ന തീർത്ഥാടകരെ, സന്യാസിമാരെ ഒക്കെ ഭക്ഷിച്ച് എല്ലും തോലും തലയോട്ടിയും ഒക്കെ ബാക്കിയാക്കുന്ന ആ കടുവ, അതിനെ ജിം കോർബറ്റ് വെടിവെച്ച് കൊല്ലുന്നതും അതിന്റെ മേൽ കാലെടുത്ത് വെച്ച് ഞെളിഞ്ഞു നിന്ന് ഫോട്ടോ എടുക്കുന്നതും ഇങ്ങനെയൊക്കെയുള്ള ദൃശ്യങ്ങൾ അതിലുണ്ട്. ഇതൊക്കെ ഒരു കഥയാണ്, ഒരു നോവൽ പറയുന്നത് പോലെയാണ്. അദ്ദേഹം ആ സമയത്ത് വളരെ രസകരമായിട്ട് വായിച്ചു പോകാൻ പറ്റുന്ന ഒരു ഭാഗമാണ് ഈ രുദ്രപ്രയാഗിന്റെ ഈ ജിം കോർബറ്റിനെ കുറിച്ച് പറയുന്ന ഭാഗം. അപ്പൊ 1907നും 1938നും ഇടയ്ക്ക് 12 നരഭോജി കടുവകളെയാണ് അദ്ദേഹം വധിച്ചിട്ടുള്ളത്. വനസംരക്ഷണത്തെ കുറിച്ച് പ്രദേശവാസികൾക്ക് വലിയ ബോധവൽക്കരണം നൽകിയിട്ടുള്ള ആളാണ്. അദ്ദേഹത്തിനുള്ള ആദര സൂചകമായിട്ട് ഇപ്പൊ കോർബറ്റ് നാഷണൽ പാർക്ക്, ജിം കോർബറ്റ് നാഷണൽ പാർക്ക് ഒക്കെ ഉണ്ട്. രുദ്രപ്രയാഗിലെ നരഭോജി എന്നാണ് ഈ പറഞ്ഞ അധ്യായത്തിന് ഹെഡിങ് കൊടുത്തിട്ടുള്ളത്. എന്തായാലും വായിച്ചിരിക്കണം എന്ന് ഞാൻ എൻ്റെ വ്യക്തിപരമായിട്ടുള്ള ഒരു അഭിപ്രായമുള്ള ഭാഗം കൂടിയാണത്. ഇത് രുദ്രപ്രയാഗം കഴിഞ്ഞാൽ പിന്നെ കേദാർനാഥിലേക്കാണ്. കേദാർനാഥ് നമുക്കൊക്കെ അറിയാമായിരിക്കും, ഒരു ശിവപ്രതിഷ്ഠയുള്ള ഒരു ക്ഷേത്രമാണ് കേദാർനാഥ്. നമുക്ക് ഈ അല്ലു അർജുന്റെ ഒരു സിനിമയുണ്ടല്ലോ ബദരീനാഥ്, അത് കണ്ടിട്ടുള്ളവർക്കൊക്കെ വളരെ പരിചിതമായിരിക്കും. കേദാർനാഥ് വലിയൊരു ക്ഷേത്ര സമുച്ചയമൊന്നുമല്ല, താരതമ്യേന ചെറിയൊരു ക്ഷേത്രമാണ്. പക്ഷെ ഹിന്ദുമത വിശ്വാസത്തിൽ വലിയ പ്രാധാന്യമുള്ള ക്ഷേത്രമാണ് കേദാർനാഥ്. ശിവനാണ് അവിടുത്തെ പ്രതിഷ്ഠ. ഈ ക്ഷേത്രത്തിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ 6 മാസമാണ് അവിടെ ദർശനം. മറ്റുള്ള 6 മാസം മഞ്ഞുകാലം ആണ്. ആ 6 മാസവും ക്ഷേത്രം അടച്ചിട്ടിരിക്കും. ആ സമയത്ത് അവിടെ പൂജ ഇല്ല എന്ന് മാത്രമല്ല, ചുറ്റുവട്ടത്ത് തന്നെ മനുഷ്യരാരും ഉണ്ടാവില്ല. ഇതിന്റെ ഈ കേദാർനാഥിനെ കുറിച്ച് പറയുന്ന ഭാഗത്ത് അദ്ദേഹം കർണനെ കുറിച്ചാണ്, അതെന്തായിരുന്നു ബന്ധം എന്നുള്ളത് ക്ഷമിക്കണം, ഞാൻ വിട്ടുപോയി. കർണനെ അദ്ദേഹം ഭയങ്കരമായിട്ട്, ഭയങ്കരം എന്നല്ല, അതിവിശദമായിട്ട് കർണനെ കുറിച്ച് ഒരു 4-5ഓളം അധ്യായങ്ങൾ അദ്ദേഹം വാചാലനാവുന്നുണ്ട് കർണനെ കുറിച്ച്. സൂതപുത്ര വരിക്കില്ല നിന്നെ ഞാൻ, ഒരു തലക്കെട്ട്. അടുത്ത അധ്യായം സൂതപുത്രനല്ല, നീ സൂര്യപുത്രനാണ്. പിന്നെ കർണ, നീ അർദ്ധരഥിയല്ല, മഹാരഥിയാണ്.
അടുത്ത അധ്യായം കൃഷ്ണൻ ചിത കൊളുത്തി കർണൻ അനശ്വരനായി. ഇങ്ങനെയുള്ള 4-5 അധ്യായങ്ങളിലൂടെ അദ്ദേഹം കർണനെ കുറിച്ച് വിശദമായിട്ട് തന്നെ പറയുന്നുണ്ട്. ഇതിലെ അവസാനത്തെ അധ്യായമായ കൃഷ്ണൻ ചിത കൊളുത്തി കർണൻ അനശ്വരനായി, ഇത് വളരെ വൈകാരികമായിട്ടുള്ള ശ്രീകൃഷ്ണൻ കർണന്റെ ചിത നദിക്കരയിൽ കൊളുത്തുന്ന രംഗമൊക്കെ നമുക്ക് മനസ്സിലിങ്ങനെ നിൽക്കും. അവിടെ അദ്ദേഹം നേരത്തെ പറഞ്ഞ പോലെ അദ്ദേഹത്തിന്റെ സാഹിത്യകാരനാണ് ഉണരുന്നത്. അദ്ദേഹം സ്വന്തം ഭാവന അനുസരിച്ചൊരു പശ്ചാത്തലവും ഒക്കെ നിർമ്മിച്ചു, എന്താ പറയാ, സംഭാഷണമൊക്കെ ഉണ്ടാക്കി മനോഹരമായിട്ട് അവതരിപ്പിച്ചിരിക്കുന്ന ഭാഗമാണ് ഇതൊക്കെ. കേദാർനാഥും വിട്ടു കഴിഞ്ഞാൽ പിന്നീട് ഈ യാത്രയുടെ ഒരു ലക്ഷ്യസ്ഥാനം അല്ലെങ്കിൽ അവസാന സ്ഥലം എന്ന് പറയുന്ന ബദരീനാഥിലേക്ക് എത്തുകയാണ്. ബദരീനാഥ് നമുക്കറിയാം കേദാർനാഥ് ശിവന്റെ സങ്കേതമാണെങ്കിൽ ബദരീനാഥ് വിഷ്ണുവിന്റെയാണ്. ചതുർബാഹുവായ വിഷ്ണുവാണ് അവിടുത്തെ പ്രതിഷ്ഠ. അപ്പൊ വിഷ്ണുവിന്റെ കഥകൾ, ദശാവതാര കഥകൾ, വിഷ്ണു സങ്കല്പത്തെ ചുറ്റിപ്പറ്റിയുള്ള ചരിത്രവും സാംസ്കാരികവുമായിട്ടുള്ള വസ്തുതകള്, അതൊക്കെ വളരെ കൗതുകകരമാണ് കേട്ടോ. ഈ ബദ്രീനാഥിലെ പ്രതിഷ്ഠ നടത്തുന്നത് ശങ്കരാചാര്യരാണ്. ബൗദ്ധര് വലിച്ചെറിഞ്ഞ, ബുദ്ധമതം പ്രബലമായ സമയത്ത് ബൗദ്ധർ അളകനന്ദ നദിയിൽ വലിച്ചെറിഞ്ഞ സാളഗ്രാമ വിഗ്രഹം തിരിച്ചെടുത്തുകൊണ്ട് വന്ന അദ്ദേഹമാണ്. അതാണ് ഇന്നും അവിടെ കാണുന്ന വിഗ്രഹം എന്നൊക്കെയാണ്. അങ്ങനെയൊക്കെ കഥകൾ വളരെ ചരിത്രത്തെ ഭയങ്കര രസകരമായിട്ട് അദ്ദേഹം അവതരിപ്പിച്ചിട്ടുണ്ട്. ഈ ബദരീനാഥിലേക്ക് എത്തുമ്പോൾ അവിടെ മുഴുവൻ കേരളമാണ്. കാരണം ബദരീനാഥിന്റെ പ്രതിഷ്ഠ നടത്തിയ ശങ്കരാചാര്യർ തന്നെ ഒരു മലയാളിയാണ്. അത് നമുക്ക് അറിയായിരിക്കും. കാലടിയിലാണ് അദ്ദേഹത്തിന്റെ ജന്മസ്ഥലം. മാത്രമല്ല വളരെ കൗതുകകരമായിട്ടുള്ള മറ്റൊരു വസ്തുത, അവിടുത്തെ പൂജാരി, പ്രധാന പൂജാരി റാവൽജി എന്നാണ് അറിയപ്പെടുന്നത്. അത് ഒരു മലയാളിയാണ്. അത് യാദൃശികമായിട്ട് വന്നതല്ല. അദ്ദേഹം പോയപ്പോ ഒരു മലയാളി ആയിരുന്നു അതല്ല, എക്കാലത്തും ഒരു മലയാളി ആയിരിക്കും. കാരണം അത് പ്രതിഷ്ഠ നടത്തിയ ശങ്കരാചാര്യർ വിധിച്ചിട്ടുള്ളതാണ്. അദ്ദേഹം ഏർപ്പെടുത്തിയ ഒരു നിയമമാണത്. എന്താ പറയാ, എക്കാലത്തും ബദരീനാഥിലെ പൂജാരി റാവൽജി ഒരു മലയാളി, അതും വടക്കൻ കേരളത്തിൽ നിന്നുള്ള നമ്പൂതിരി തന്നെ ആയിരിക്കണം എന്നുള്ളത്. വീരേന്ദ്രകുമാർ അവിടെ ചെല്ലുന്ന സമയത്ത് ബദരി പ്രസാദ് എന്ന പയ്യന്നൂരുകാരനാണെന്ന് തോന്നുന്നു. ബദരി പ്രസാദ് എന്നൊരു യുവാവാണ് അവിടുത്തെ റാവൽജി ആയിട്ടുണ്ടായിരുന്നത്. ഈ അധ്യായത്തിന്റെ തലക്കെട്ട് തന്നെ ബദരിയിലെ കേരള തനിമ എന്നാണ്. അപ്പം പ്രതിഷ്ഠ കൊണ്ടും അതൊരു കേരളീയന്റെ കൈകൊണ്ടാണ് പ്രതിഷ്ഠിക്കപ്പെട്ടത്. പൂജ നടത്തുന്നതും ഒരു കേരളീയന്റെ കൈകൊണ്ട് തന്നെയാണ്. അപ്പൊ അദ്ദേഹം കൗതുകകരമായിട്ടുള്ള കുറച്ച് ബന്ധങ്ങൾ കൂടി, കണക്ഷനുകൾ കൂടി പറയുന്നുണ്ട്. ഇതൊക്കെ ശങ്കരാചാര്യർ ഏർപ്പെടുത്തിയാണ്. ബദരീനാഥിലെ പൂജാരി വടക്കൻ കേരളത്തിലെ ഒരു നമ്പൂതിരി ആയിരിക്കണം എന്നാണെങ്കിൽ തെക്ക് ഇങ്ങ് രാമേശ്വരത്തെ, തമിഴ്നാട്ടിലെ രാമേശ്വരത്തെ പൂജാരി കാശിയിൽ നിന്നോ കാശ്മീരിൽ നിന്നോ നേപ്പാളിൽ നിന്നോ മഹാരാഷ്ട്രയിൽ നിന്നോ ഉള്ള ജോഷിമാരായിരിക്കണം. വടക്കോട്ടാണ് ആ ബന്ധം പോകുന്നത്. ഇനി നേരെ ഗുജറാത്ത്, പടിഞ്ഞാറൻ ഭാഗത്ത് ഗുജറാത്തിലെ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലെ പൂജാരി ഏറ്റവും കിഴക്കുള്ള ഒറീസയിലെ ചൗബൈ വിഭാഗത്തിൽ നിന്നുള്ളവരായിരിക്കണം. ഇനി ഒറീസയിലെ ജഗന്നാഥ ക്ഷേത്രത്തിലെ പൂജാരി ഇങ്ങ് നേരെ ഓപ്പോസിറ്റ് പടിഞ്ഞാറുള്ള ഗുജറാത്തിലെ പാണ്ഡകൾ എന്ന് പറയുന്ന വിഭാഗത്തിൽ നിന്നായിരിക്കും. ഇങ്ങനെ ഇന്ത്യയുടെ വടക്കിനെയും തെക്കിനെയും പടിഞ്ഞാറിനെയും കിഴക്കിനെയും ഒക്കെ സാംസ്കാരികമായിട്ടും എല്ലാം യോജിപ്പിച്ചു നിർത്തി ശങ്കരാചാര്യർ എന്നാണ് പറയുന്നത്. ഇതിന്റെ കാരണം എന്തായിരിക്കും നമുക്ക് അറിയില്ല. കൂടുതൽ വായിച്ചാൽ ചിലപ്പോൾ മനസ്സിലാക്കാമായിരിക്കും. ഇതിന്റെ ചരിത്ര വസ്തുത എന്താണെന്ന് അറിയില്ല എനിക്ക്. പക്ഷെ ഭയങ്കര മനോഹരമായിട്ടുള്ള ഒരു ബന്ധമാണിതെന്ന് എനിക്ക് തോന്നി. മാത്രമല്ല വേറൊരു കൗതുകകരമായ വസ്തുത, ഈ ബദരീനാഥിലെ പൂജാരി എപ്പോഴും നിർബന്ധമായും ബ്രഹ്മചാരി ആയിരിക്കണം. പക്ഷെ മൂകാംബിക ക്ഷേത്രത്തിലെ പൂജാരി നിർബന്ധമായും ഗൃഹസ്ഥനുമായിരിക്കണം. ഇതൊക്കെ ശങ്കരാചാര്യരുടെ ബുദ്ധിയിൽ തെളിഞ്ഞ ഐഡിയകളാണ്. ഭയങ്കര കൗതുകകരമായ വസ്തുത എന്നുള്ളത് കൊണ്ട് സൂചിപ്പിച്ചു നേടും. പിന്നെ അദ്ദേഹം വ്യാസഗുഹ, ഗണപതി ഗുഹ, വസിഷ്ഠ ഗുഹ, ജോഷിമഠ് ഇങ്ങനെയുള്ള ഒരുപാട് പ്രാദേശികമായിട്ടുള്ള തീർത്ഥാടന സ്ഥലങ്ങൾ പറഞ്ഞു. അതിന്റെ പിറകിലുള്ള കഥകള്, കാര്യങ്ങളെല്ലാം പറഞ്ഞുകൊണ്ട് അദ്ദേഹം പിന്നീട് യാത്രയുടെ അവസാനത്തിലേക്ക് എത്തുകയാണ്. യാത്ര അവസാനിക്കുമ്പോൾ അദ്ദേഹം മഹാത്മാഗാന്ധി ഓർത്തുകൊണ്ടാണ് അവസാനിക്കുന്നത്. അദ്ദേഹത്തിനുള്ളിൽ സോഷ്യലിസ്റ്റ് ഉണരുകയായിരിക്കും ചിലപ്പോൾ. മഹാത്മാഗാന്ധിയുടെ ജീവിത സ്മരണകളിലൂടെ, അദ്ദേഹത്തിന്റെ ജീവിതം വളരെ ചെറിയ ഖണ്ഡികകളിലൂടെ പറഞ്ഞുകൊണ്ട്, ഇത്രയും ത്യാഗങ്ങൾ സഹിച്ച് പ്രതീക്ഷയോടുകൂടി നേടിയിട്ടും പിന്നീട് രാജ്യം വിഭജിക്കുന്നതും വെട്ടിമുറിക്കപ്പെടുന്നതും ലക്ഷക്കണക്കിന് പേര് പരസ്പരം വെട്ടിമരിക്കുന്നതും അതിന്റെ അപ്പുറത്തെ ക്രൂരതകളും ഒക്കെ കണ്ട് എന്താ പറയാ, നിരാശനായിരിക്കുന്ന ഗാന്ധിജിയുടെ ചിത്രം കാണിച്ചുകൊണ്ടാണ് ഈ വിവരണം അവസാനിക്കുന്നത്. മാത്രമല്ല ഇത്രയും കഷ്ടപ്പെട്ട് നേടിയെടുത്തിട്ടും 1 വർഷം പോലും സ്വതന്ത്ര ഭാരതത്തിൽ തികച്ച് ജീവിക്കാൻ സാധിക്കാതെ ഒരു മതഭ്രാന്തന്റെ വെടിയേറ്റ് മരിക്കാനും ഇടവന്നു ആ മഹാത്മാവിന് എന്നെല്ലാം പറഞ്ഞുകൊണ്ട്
ആണ് ഈ വിവരണം അവസാനിപ്പിക്കുന്നത്. അദ്ദേഹം ഇന്ത്യയെക്കുറിച്ച് കണ്ട മഹാത്മാഗാന്ധി ഇന്ത്യയെക്കുറിച്ച് കണ്ട സ്വപ്നം എല്ലാം വിശദീകരിച്ചുകൊണ്ട് ഈ കൃതി മെല്ലെ അവസാനിപ്പിക്കുന്നു. ഇത്രയാണ് ഈ കൃതിയുടെ ഇന്ദ്രപ്രസ്ഥം തൊട്ട് ബദരീനാഥ് തൊട്ട് വരെയുള്ള യാത്രയുടെ ഒരു വിവരണം എന്ന് പറയുന്നത്. ഈ ഗ്രന്ഥത്തെക്കുറിച്ച് MK സാനുമാഷ് പറഞ്ഞിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു വിശദീകരണം കൂടിയുണ്ട്. ഈ ഗ്രന്ഥത്തെ യാത്രാ വിവരണം എന്ന വിഭാഗത്തിൽ ഉൾപ്പെടുത്തിയായിരിക്കും എല്ലാവരും കാണുക. പക്ഷെ അതിന്റെ അതിർത്തികളെ അതിലംഘിക്കുന്ന ഗുണവിശേഷങ്ങളാൽ സമ്പന്നമാണിത്. ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെ, ഇതിന്റെ അസ്ഥിമഞ്ജനം, ഇതിന്റെ ഒരു ബേസ് എന്ന് പറയുന്നത് ചിലപ്പം നമുക്കറിയാം ഈ യാത്രാ വിവരണത്തിൻ്റെതായിരിക്കാം. പക്ഷെ ഇതിന്റെ മാംസപേശികൾ നിർമ്മിച്ചിരിക്കുന്നത് പല പല വകുപ്പുകളിൽ നിന്ന്. ചിലപ്പോൾ ചരിത്ര പുസ്തകമാകുന്നു, ചിലപ്പോൾ ഉപനിഷത് ദർശനങ്ങളെക്കുറിച്ചും വേദങ്ങളെക്കുറിച്ചും ഒക്കെ വാചാലമാവുന്ന ഒരു തത്വശാസ്ത്ര ഗ്രന്ഥമാവും. ചില സമയത്ത് അത് രാഷ്ട്രീയമായിട്ടുള്ള കാര്യങ്ങൾ പറയുന്ന ഒരു പുസ്തകമായിട്ട് മാറും. ചിലപ്പോൾ അത് സാഹിത്യ പുസ്തകമായിട്ട് മാറും, കവിതയോ ആയിട്ട് മാറും. കവിതകൾ വരെ ഇതിൻ്റെ അകത്ത് ഉണ്ട്, കഥ മാത്രമല്ല, കവിതകൾ പോലും ഉദ്ധരിച്ചിട്ടുണ്ട്, വലിയ വലിയ കവിതകൾ പോലും ഉദ്ധരിച്ചിട്ടുണ്ട്. അതൊക്കെ വായിച്ചു തന്നെ അറിയുന്നതാണ് അതിന്റെ ഭംഗി. ഇനി ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇതിന് ഈ പുസ്തകത്തിൽ തന്നെ അക്കിത്തം എഴുതി ചേർത്ത ഒരു കുറച്ച് വരികളുണ്ട്, അതുകൂടി ഒന്ന് പറഞ്ഞിട്ട് തീർക്കാം. ഹൈമവത ഭൂവിനെ പറ്റി അക്കിത്തം മഹാകവി അക്കിത്തം പറഞ്ഞിരിക്കുന്ന ഒരു കവിതയാണ്. ഇല്ല ഹൈമവത ഭൂവിൽ എന്ന വീരേന്ദ്രചാപകൃത വർണ്ണഭംഗിയെ വെല്ലുവാൻ ഇതര സാഹിതീയ സത്തെന്നു വിസ്മയ നിലീന നിന്നു ഞാൻ. അഗ്നിഹോത്രിയുടെ കർമ്മഭൂമി തൊട്ടുത്തരാപഥ വിശിഷ്ട സംസ്ഥയും ഇന്നു പാരിനെ വിഴുങ്ങിടുന്ന ശാസ്ത്രീയ വിസ്മയവും എങ്ങിതിൽ പരം. കാലബോധ പരിണാമം എന്ന പോലേകലോക പരിണാമ ശക്തിയും ഇന്നു ഹൈമവത ഭൂവിൽ എന്ന പോലെങ്ങു കൈരളിയിലുള്ളു വിസ്മയം. ഏകസത്ത ബഹുധാ വജിക്കയാൽ ആർഷഭാരത വിനീതമികൃതി ഏകസത്ത ബഹുധാ രമിച്ച വീരേന്ദ്ര ഭാവന രചിച്ച വിസ്മയം. ലോകം മുഴുവൻ താങ്കളിൽ ഒരു ബിന്ദുവിൽ ഉജ്ജ്വലിച്ചു നിൽക്കുന്നു, കാലം മുഴുവൻ താങ്കളിൽ ഒരു നിമിഷം നിത്യസത്യമാകും. ഇത് മഹാകവി പറഞ്ഞ ഈ വരികൾക്ക് അപ്പുറത്തേക്ക് എനിക്കൊന്നും പറയാനില്ല. ഇത് തന്നെയാണ് ഇതിന്റെ സത്ത. ഇത്ര മാത്രമേ എനിക്ക് പറയാനുള്ളൂ. നന്ദി. നന്ദി ബിശ്വാസ്. തുടക്കത്തില് കൂട്ടുകാരെ പോലെ സംസാരിക്കുന്നൊക്കെ പറഞ്ഞെങ്കിലും വളരെ ആധികാരികമായിട്ട് സമഗ്രമായിട്ട് പുസ്തകാവതരണം നടത്തി. നല്ലൊരു പുസ്തകാവതരണം കാഴ്ചവെച്ചതിന് ഒരിക്കൽ കൂടി നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. ഇനി തുറന്ന ചർച്ചയാണ്. എല്ലാവരെയും ചർച്ചയിലേക്ക് ക്ഷണിക്കുന്നു. ഇതേപോലെ ഈ പുസ്തകത്തെ കുറിച്ച്, ഈ റിവ്യൂവിനെ കുറിച്ച് എനിക്കുള്ള ചെറിയ കുറ്റഭിപ്രായങ്ങൾ പറയാമല്ലോ. ഏറ്റവും ആദ്യം ഞാൻ ബിശ്വാസിനെ ഒരു നല്ല കയ്യടി കൊടുക്കുകയാണ്. കാരണം എത്ര ഹൃദയഹാരിയായിട്ടാണ് ഈ ഹൈമവത ഭൂവിൽ എന്നുള്ള പുസ്തകത്തിന്റെ റിവ്യൂ ചെയ്തതെന്നുള്ളത് പറയാതിരിക്കാൻ പറ്റുന്നില്ല. അത്ര നല്ല ഭംഗിയിലാണ് ചെയ്തത്. എന്തിനാണ് എഴുതി വെച്ച് വായിക്കുന്നത്, അതിനേക്കാൾ അത്രയും ഭംഗിയായിട്ട് ഇത് ചെയ്തു എന്നുള്ളത്. അതിൻ്റെ ഒരു കാരണം എനിക്ക് തോന്നുന്നത് പുള്ളിക്കാരൻ അത് വളരെ ഇഷ്ടപ്പെട്ടു ഒന്നൊരു പ്രാവശ്യം വായിച്ചു എന്നുള്ള. എന്നെ സംബന്ധിച്ചിടത്തോളം ഈ പുസ്തക വായന, ഞാനൊരു പ്രാവശ്യം ഈ പുസ്തകം വായിച്ചിട്ടുണ്ട്. മൊത്തത്തിൽ നന്നായിട്ട് തടിച്ചൊരു പുസ്തകമാണ്. ഒത്തിരി കാര്യമായിട്ട് ഒരുപാട് ചാപ്റ്റേഴ്സിലുള്ളൊരു പുസ്തകമാണിത്. ഇത് പറഞ്ഞതുപോലെ എനിക്ക് കുറേ ഉൾക്കാഴ്ചകൾ കിട്ടിയത്, ഒന്ന് ഇതിനകത്ത് പറയുന്നത് സംസ്കാരത്തെ രൂപപ്പെടുത്തുന്നതിൽ ഹിമാലയം വഹിച്ച പങ്കെന്ന് പറഞ്ഞ ഭാഗം എനിക്കിഷ്ടപ്പെട്ടു. പിന്നെ ഇത് ഇതിൻ്റെ വായന ആത്മാവിലുള്ള ഒരു മഞ്ഞ് എന്ന് പറഞ്ഞ ഒരു സെന്റൻസ് പറഞ്ഞു, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ പ്രാചീന കാലം മുതൽ ഇപ്പോൾ വരെയുള്ള വിവരങ്ങൾ കോർത്തിണക്കിക്കൊണ്ടുള്ള ഒരു പുസ്തകമാണ്. ഇത് ഭാരതത്തിന്റെ ചരിത്രമാണോ എന്ന് ചോദിച്ചാൽ ചരിത്രമല്ല, കഥകളാണോ പുരാണങ്ങളാണോ ഇതിഹാസങ്ങളാണോ എല്ലാം കൂടി ചേർത്ത് വെച്ചിട്ടുള്ളൊരു പുസ്തകമാണിത്. പിന്നെ 2-3 പ്രാവശ്യം വിശ്വാസം പറഞ്ഞൊരു വാക്കാണ് ഇതിന്റെ അസ്ഥിപഞ്ജരം. ഒരുപക്ഷെ യാത്രാ വിവരണമാണെങ്കിലും ഇതിന്റെ മാംസപേശികൾ ചരിത്രവും പുരാണങ്ങളും കഥകളും ഒക്കെ ചേർന്ന് ഇടപാക്കിയതാണെന്ന് പറയുന്നുണ്ട്. അതൊക്കെ വളരെ രസമുണ്ട്, ഭയങ്കര ഹൃദയത്തെ തൊടുന്ന വാക്കുകളായിരുന്നു. പിന്നെ പറയുന്നത് എനിക്കിപ്പോൾ ഒരു പുതിയ അറിവായിരുന്നു, പറയിപ്പറ്റ പന്തിരികുലത്തിന്റെ
കഥ എന്ന് പറയുന്നത് ഭാരതത്തിന്റെ ഒരു പരിച്ഛേദമായിട്ട് അവതരിപ്പിച്ചതിൽ പറഞ്ഞത് ഒത്തിരി ഇഷ്ടപ്പെട്ടു. പിന്നെ ഈ പുസ്തകം വായിച്ചപ്പോൾ അന്ന് എനിക്കും തോന്നി, എവിടെ പുള്ളി സംസാരിച്ചാലും ശരി, ഓരോ ചാപ്റ്ററിലും എവിടെയെങ്കിലും ഒരു മലയാള ടച്ച് അല്ലെങ്കിൽ മലയാളിയെക്കുറിച്ച് അതിനകത്ത് കൊണ്ടുവരുന്നത് അദ്ദേഹം ചെയ്തിരിക്കുന്ന ഒരു പ്രത്യേക ഒരു ആഖ്യാന ശൈലിയാണ്. പിന്നെ പരിതസ്ഥിതിയോട് ഇപ്പൊ ഈ ഗ്രേറ്റ തുൻബർഗ് ഒക്കെ ഇപ്പൊ റീസെന്റ് സംസാരിക്കുന്ന കാലത്ത് അന്നേ അദ്ദേഹം ഇതിനെക്കുറിച്ച് വളരെ പരിതസ്ഥിതിയെ സംരക്ഷിക്കേണ്ട കാര്യത്തെക്കുറിച്ചൊക്കെ വിശദമായിട്ട് ആ പുസ്തകത്തിനകത്ത് പറയുന്നത് എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ 2 കാര്യങ്ങൾ അതീവ ഹൃദ്യമായിട്ട് തോന്നി, വളരെ സർപ്രൈസിങ് ആയിട്ട് തോന്നി. ഒന്ന്, ബദ്രീനാഥിലെ പൂജാരി ഒരു മലയാളി ആയിരിക്കും എന്നുള്ള വ്യവസ്ഥ. രണ്ടാമത്തത്, മൂകാംബയിലെ പൂജാരി ഒരു ഗൃഹസ്ഥാശ്രമ വ്യക്തിയായിരിക്കണം എന്നുള്ള കാര്യത്തെക്കുറിച്ച്. പിന്നെ ഒരു മനസ്സിലൊരു ചെറിയ വിങ്ങൽ വന്നത്, മഹാത്മാഗാന്ധി ഇത്രയും സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി കഷ്ടപ്പെട്ടിട്ട് അദ്ദേഹത്തിന് 1 വർഷം പോലും ഇന്ത്യയുടെ സ്വതന്ത്ര ഇന്ത്യയിൽ ജീവിക്കാനോ അല്ലെങ്കിൽ അതിന്റെ ആസ്വാദനത്തിനുള്ള സമയം കിട്ടാതെ ഈ ലോകത്തോട് പറയേണ്ടി വന്നു എന്നുള്ള ഒരു അവസ്ഥ എല്ലാവരെയും ശരിക്കും പറഞ്ഞാൽ ഒന്ന് സങ്കടപ്പെടുത്തുന്ന ഒരു ഫീല് പോലെ അതിനകത്തുണ്ട്, ഈ പുസ്തകത്തിനകത്തുണ്ട്. പിന്നെ എന്താ പറയാ, ഒത്തിരി നല്ല രീതിയിലുള്ള ഒരു അവതരണമായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഈ പുസ്തകം എല്ലാവരും വായിക്കണം. ഞാൻ ഒരു പ്രാവശ്യം വായിച്ചിട്ടുള്ളൂ. വായിച്ചു കഴിഞ്ഞതിന് ശേഷം എനിക്ക് ഇതേപോലുള്ള ഉൾക്കാഴ്ചകളാണ് ഓരോ പ്രാവശ്യവും ഈ ബിശ്വാസിന്റെ പാരായണത്തിൽ നിന്ന് കിട്ടിയത്, അല്ലെങ്കിൽ റിവ്യൂവിൽ നിന്ന് കിട്ടിയത്. നിങ്ങൾ ഓരോരുത്തരും വായിക്കുമ്പോഴും നിങ്ങളുടേതായ പുതിയ ഉൾക്കാഴ്ചകളും ഭാരതത്തെ, നമ്മുടെ ഈ ആർഷഭാരതം, നമ്മുടെ ഭാരതം പോലെ ഇത്രയും വൈവിധ്യമാർന്ന, ഇത്രയും സംസ്കാരങ്ങൾ നിറഞ്ഞ ഒരു പ്രദേശത്തെക്കുറിച്ച് നമ്മൾ തന്നെ ഇനി എന്നാണ് പഠിക്കുക അല്ലെങ്കിൽ അറിയുക. അതിനുവേണ്ടി ഈ ഇദ്ദേഹം എഴുതി വെച്ച ഈ പുസ്തകം, മഹാനായ വ്യക്തി എഴുതിയ ഈ പുസ്തകം എല്ലാവർക്കും ഒരു പ്രേരണയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വിശ്വാസനും മറ്റുള്ള എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, സ്നേഹവും. ഹലോ, ഞാൻ ഫസ്റ്റ് ഇയർ വിദ്യാർത്ഥിയാണ്. ഇംഗ്ലീഷിലെ വിദ്യാർത്ഥിനിയാണ്, ഐശ്വര്യ. അപ്പം നല്ല അവതരണമായിരുന്നു. കേട്ടിട്ട് ബുക്ക് വായിക്കണം എന്ന് തന്നെ തോന്നിയിട്ടുണ്ട്. അപ്പൊ ഈ ബുക്ക് 2 ചോദ്യങ്ങളാണ് കേട്ടോ ഉള്ളത്. ഈ ബുക്ക് ഒരു യാത്രാ വിവരണത്തിനപ്പുറം കുറെ പുരാണ കഥകളും ജോഗ്രഫിയും അതുപോലെ കുറച്ച് സോഷ്യൽ തോട്ട്സ് ഒക്കെ കൊടുക്കുന്ന, അല്ലെങ്കിൽ അതൊക്കെ ബ്രിഡ്ജ് ചെയ്യുന്ന ഒരു എഴുത്തായിട്ട് തോന്നി. അപ്പം ഒരു വായനക്കാരൻ എന്ന നിലയിൽ ഇതിലെ ഏത് ആസ്പെക്ട് ആണ് കൂടുതൽ ഇഷ്ടപ്പെട്ടത്? അതേപോലെ നമ്മുടെ കോളേജിലാണല്ലോ പഠിച്ചത്, അപ്പോൾ നമ്മുടെ കോളേജിൽ ഉണ്ടായിരുന്നപ്പോഴത്തെ ഏതെങ്കിലും ഒരു സന്തോഷം ഉണ്ടായിട്ടുള്ള ഓർമ്മ പങ്കുവെക്കാമോ? ഇപ്പൊ പറയാമോ? പറയാം വിശ്വാസ്, അപ്പൊ പറയാം. ഒന്ന്, ഏത് ആസ്പെക്റ്റിലുള്ള വായനയാണ് ഇഷ്ടപ്പെട്ടത് എന്നുള്ളത്. എനിക്ക് ഹിസ്റ്ററി ഭയങ്കര ഇഷ്ടമുള്ള ആളാണ്. ഞാൻ +2 ഹ്യൂമാനിറ്റീസ് എടുക്കണം എന്ന് കരുതി സയൻസിൽ പെട്ടുപോയ ഒരാളാണ്. അപ്പോൾ ഭയങ്കര ഇഷ്ടമാണ് ഹിസ്റ്ററി, പ്രത്യേകിച്ച് ഇന്ത്യൻ ഹിസ്റ്ററി. അപ്പം ആ രീതി തന്നെയാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത് സത്യമായിട്ടും. പിന്നെ പുരാണ കഥകൾ കേട്ട് മുത്തശ്ശനും ഒക്കെ പറഞ്ഞ് കേട്ട് വളർന്ന ഒരാളാണ്. പുരാണ കഥകൾ എനിക്ക് അന്നും ഇന്നും ഇഷ്ടമാണ്. മായിക പ്രപഞ്ചം തന്നെയാണ് അതിന്റെ മേഖല. ആ രീതിയും എനിക്ക് ഇഷ്ടമാണ്. ഇത് രണ്ടും തമ്മിൽ കുറച്ച് ബന്ധമുള്ളത് കൊണ്ടുകൂടി ആയിരിക്കും ഈ 2 രീതി എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത്. എന്റെ ടേസ്റ്റിന്റെ വ്യത്യാസം പ്രശ്നം കൊണ്ടായിരിക്കാം ഇത്. രാഷ്ട്രീയപരമായിട്ടുള്ള കാര്യങ്ങൾ, പിന്നെ സമകാല സാമൂഹ്യ അവസ്ഥകളൊക്കെ പറയുമ്പോൾ എനിക്ക് കുറച്ച് താല്പര്യക്കുറവ് തോന്നിയിട്ടുണ്ട്. ഈ ചോദ്യത്തിന് ഉത്തരം, എനിക്ക് ഈ 2 മേഖലകളാണ് ഇഷ്ടപ്പെട്ടത്. പിന്നെ കോളേജിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട അനുഭവം എന്ന് പറയുന്നത്, ടീച്ചറും സാറും ഞങ്ങൾ ഫുഡ് കഴിക്കാൻ കൊണ്ടുപോയിരുന്നു ഇടയ്ക്കിടയ്ക്ക്. അത് തന്നെയാണ് ഇഷ്ടപ്പെട്ട. പിന്നെ ആ കോളേജിൽ ഉണ്ടായിരുന്ന 2 വർഷവും എന്താ പറയാ, 2 വർഷവും എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടാണ്. ജീവിതത്തിലെ പ്രധാനപ്പെട്ട കുറെ കാര്യങ്ങൾ സംഭവിച്ച സമയമാണ്. നല്ല കുറെ അധ്യാപകരെ കിട്ടിയ, ഇപ്പോഴും മനസ്സിൽ കൊണ്ടുനടക്കുന്ന കുറെ അധ്യാപകരെയും കൂട്ടുകാരെയും കിട്ടിയ സമയമാണ്. അതിനൊക്കെ ഉപരി നല്ല നാടാണത്. എനിക്ക് വരുമ്പോൾ വളരെ സങ്കടത്തോടു കൂടിയാണ് അവിടുന്ന് വന്നത്. ആ നാടിനെ ഞാൻ മിസ് ചെയ്യുന്നു. ഇന്ന ഒരു സംഭവം എന്ന് പറഞ്ഞ് കാണിക്കാൻ സത്യം പറഞ്ഞാൽ ഇല്ല. അവിടെ അഡ്മിഷൻ കിട്ടിയത് തന്നെയാണ് എനിക്ക് ഇപ്പോഴും ഓർമ്മയിൽ. അതൊക്കെ വലിയ കഥയായതുകൊണ്ടാണ് കേട്ടോ ഏറ്റവും സന്തോഷം തോന്നിയ സമയം. ഓക്കെ, താങ്ക് യു. ഞങ്ങൾക്കും ഫുഡ് മേടിച്ച് തരാറുണ്ട്. വിശ്വാസേ,
ഇതിപ്പോ ഇനിയിപ്പോ കൂടുതൽ കൊടുക്കേണ്ടി വരും അവർക്കൊക്കെ വിഷമം തോന്നുന്നുണ്ട്. എന്തായാലും നല്ലൊരു അവതരണമായിരുന്നു. ഞാൻ ഒരു കാര്യം ഇതോട് ചേർത്തൊന്ന് ചോദിച്ചോട്ടെ. ഇതിപ്പോ ഒരു 9ാം ക്ലാസ്സുകാരന്റെ ഒരു വായനയായിരുന്നല്ലോ നേരത്തെ. അത് കഴിഞ്ഞപ്പോ ഒരു അധ്യാപകന്റെ വായനയിലേക്ക് എത്തി നിൽക്കുമ്പോ എന്തൊക്കെ മാറ്റങ്ങളാണ് അതിൽ വന്നിട്ടുള്ളതെന്നൊന്ന് പറയാമോ? അത് മിസ്സേ, സത്യസന്ധമായിട്ട് ഇതിന് മറുപടി പറയുകയാണെങ്കിൽ അധ്യാപകനായതിനു ശേഷം ഈ പുസ്തകം ഞാൻ പൂർണ്ണമായിട്ട് വായിച്ചില്ല. അപ്പൊ പിന്നെ എനിക്ക് അധ്യാപകൻ എന്നുള്ള നിലയ്ക്ക് ഈ പുസ്തകം എങ്ങനെയെന്ന് എനിക്ക് പറയാൻ കഴിയോ അറിയില്ല. ഞാൻ ആ 9ലും പിന്നീടും വായിച്ച വായനയാണ് എൻ്റെ മനസ്സിൽ ഇപ്പോഴും ഉള്ളത്. പിന്നീട് ഒന്നുകൂടി ഒന്ന് ഓർക്കാൻ വേണ്ടി ഒരു ഓട്ട പ്രദക്ഷിണം നടത്തിയെന്നുള്ളൂ. എല്ലാ അധ്യായങ്ങളും ഞാൻ മറിച്ചു നോക്കി, പൂർണ്ണമായിട്ടുള്ള വായന നടന്നിട്ടില്ല. എന്നാലും എനിക്ക് തോന്നുന്നു സാറ് പറഞ്ഞതുപോലെ ഭാരതത്തിനെ കുറിച്ച് നമ്മൾ കൂടുതൽ അറിയാൻ വേണ്ടി, നമ്മുടെ പൈതൃകത്തെ കുറിച്ചും എല്ലാം അറിയാൻ വേണ്ടി കുട്ടികൾക്ക് നിർബന്ധമാണ് ഈ പുസ്തകം വായിച്ചാൽ വളരെ നന്നായിരിക്കും എന്ന് തോന്നി. അത് തന്നെയാണ് അധ്യാപനം എന്നുള്ള എനിക്ക് ഇപ്പൊ തോന്നിയത്. അത് കൂടുതൽ വായിക്കാതെ പറയുന്നത് ശരിയല്ലല്ലോ. ഇതില് ഒരു 1236 പേജ് അല്ലേ മൊത്തത്തില് വരുന്നത്? അതെ മിസ്സേ, അത്രയോളം ഉണ്ട്. അപ്പൊ അതില് ഏറ്റവും കൂടുതൽ ചിലപ്പോ നമുക്ക് ഇന്നടത്ത് പെട്ടെന്ന് പോണം, അല്ലെങ്കിൽ ഇവിടെ ഇത്രയും നന്നായി വിവരിച്ചിട്ടുണ്ടല്ലോ, ഓരോ ഇതും അനുഭവവും യാഥാർത്ഥ്യം എല്ലാം കൂടി ചേർത്ത് വെച്ചിട്ടാണല്ലോ. അപ്പൊ അതിൽ ഏറ്റവും കൂടുതൽ ആകർഷിച്ചിട്ടുള്ള ഒരു ചാപ്റ്റർ ഏതാ, അല്ലെങ്കിൽ ഏത് സ്ഥലത്തേക്കാണ് പോണെന്ന് പെട്ടെന്നൊരു തോന്നൽ ആ ഒരു 9ാം ക്ലാസ്സുകാരന് തോന്നിയിട്ടുള്ളത്? പോകാൻ തോന്നിയത് ബദരിനാഥ് എനിക്ക് പോകണം എന്ന് തോന്നി. ഒന്നാമത് ആ സിനിമ എന്ന് കണ്ട് ആവേശം കൊണ്ട് നിൽക്കുന്ന സമയമാണ്. എന്തായാലും പോണം, അല്ലു അർജുനൊക്കെ പോയ സ്ഥലമാണല്ലോ, അങ്ങനെ തോന്നി. അതിന്റെ കൂടെ ഇതുകൂടി വായിച്ചപ്പോ ഭയങ്കര ആകർഷണമാണ് ആ സ്ഥലത്തോട് തോന്നിയത്, ആ സിനിമയുടെ ഒരു സ്വാധീനം കൊണ്ട് കൂടി. അത് കൂടാതെ എനിക്ക് തോന്നിയത് ഇഷ്ടപ്പെട്ട അധ്യായം രുദ്രപ്രയാഗിലെ നരഭോജിയെ കുറിച്ച് പറയാം. കാരണം നമ്മൾ ആവേശം കൊള്ളിക്കും, ആവേശമല്ല, എന്താ പറയാ, കുറച്ച് എക്സൈറ്റ്മെന്റ് തരുന്ന ഒരു ഭാഗമാണിത്. പോണെന്ന് തോന്നിയത് അങ്ങനെ ഒരു സ്ഥലം പറയാൻ, ഡൽഹിയെ പറ്റി വിശദമായിട്ട് തന്നെ പറയുന്നുണ്ട്. ഡൽഹി എനിക്ക് കാണണം എന്ന് തോന്നിയിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു വിശ്വാസ്. മറ്റുള്ളവരും കൂടി ചേരുക, വിശ്വാസിനോട് ചോദ്യങ്ങളൊക്കെ ചോദിക്കുക കേട്ടോ. എനിക്കൊരു കാര്യം ചോദിക്കാനുള്ളത്, നമ്മൾ യാത്രാ വിവരണ കൃതികൾ വായിക്കുമ്പോൾ വാഗ്മയ ചിത്രങ്ങളുടെ സാധ്യത നമുക്ക് അനുഭവിക്കാൻ കഴിയാറുണ്ടല്ലോ. അപ്പൊ ഈ പുസ്തകത്തില് അതിന്റെ സ്വാധീനത്തെ കുറിച്ചൊന്ന് പറയാമോ? അത് ഈ പുസ്തകം ഒന്നാമത് യാത്രാ വിവരണ കൃതികൾ എന്ന് പറയുമ്പോൾ തന്നെ അത് വായനക്കാരനെ ആ ദൃശ്യം കാണിപ്പിക്കണല്ലോ. ഉള്ളിൽ കാണിച്ചാലേ അത് ഫലവത്താവുള്ളൂ. മറ്റ് സാഹിത്യ മേഖലകളെന്ന് എനിക്ക് ഇതിന് യാത്രാ വിവരണ കൃതികൾക്ക് നിർബന്ധമായിട്ട് ഉണ്ടായിരിക്കണം തോന്നിയ എങ്കിലേ അത് എഫക്റ്റീവ് ആവുള്ളൂ എന്നാണ് വിചാരിക്കുന്നത്. അതെന്തായാലും ഇത് പുസ്തകം ഉടനീളം ഉണ്ട്. ഞാൻ പറഞ്ഞല്ലോ, യഥാർത്ഥത്തിൽ നടക്കുമെന്ന് ഉറപ്പില്ലാത്തൊരു സംഭവം പോലും ഇപ്പൊ കൃഷ്ണൻ കർണന് അതൊരു കഥയാണല്ലോ, നമുക്ക് അറിയില്ല ശരിക്കും ഉണ്ടോന്ന്. ആ സംഭവം വിശദീകരിക്കുന്നത് പോലെ ഈ പറഞ്ഞതുപോലെ വാഗ്മയം അതിന്റെ മൂർധന്യാവസ്ഥയിലാണ്. ആ രംഗം നമുക്കിങ്ങനെ കാണാം. എന്റെ സങ്കല്പത്തിൽ ഒരു കൃഷ്ണൻ ആ ഒഴുകുന്ന നദിയുടെ കരയില്, ചരല് നിറഞ്ഞ കരയില് കർണന് ചിത കൊളുത്തുന്ന ചിത്രം ഇപ്പോഴും ഉണ്ട്. അതുപോലെ രുദ്രപ്രയാഗിലെ നരഭോജി ഞാൻ പറഞ്ഞു, ആ കടുവ ഇപ്പോഴും എന്റെ മനസ്സിലുണ്ട്. എന്റേതായിട്ടുള്ള ഒരു കടുവയെ വരച്ചിടാൻ രചയിതാവിന് പറ്റിയിട്ടുണ്ട്. അതുപോലെ എല്ലാ ഭാഗത്തും ഇപ്പൊ നഗരങ്ങളെ കുറിച്ച് പറയും, മയൻ ഡൽഹി ഇന്ദ്രപ്രസ്ഥം പണിയുന്നത് തൊട്ടാണ് ഈ വിവരണം ആരംഭിക്കുന്നത്. അതൊക്കെ അതിമനോഹരമായിട്ട് അപ്പൊ പണിയുന്ന രംഗങ്ങളൊക്കെ ഈ പറഞ്ഞ വാഗ്മയ ചിത്രീകരണത്തിന്റെ എല്ലാ സാധ്യതയും ഉപയോഗിച്ച് മനോഹരമാക്കിയിട്ടുണ്ട്. അപ്പം ഇതിൽ പലയിടത്തും ഇത് മുഴുവൻ വാങ്മയാണ് എന്ന് പറയാം. വിശ്വാസേ, ഞാനേ ഒരു യാത്രയിലാണ്. അറിയാം പക്ഷെ അറിയാം. അപ്പോ എന്തായാലും വലിയ സന്തോഷം ഈ പുസ്തകത്തെ കുറിച്ച് ഇത്രയും ചുരുങ്ങിയ സമയം കൊണ്ട് ഇത്രയും കാര്യങ്ങൾ അവതരിപ്പിച്ചല്ലോ. ഹിമാലയ വിവരണ പുസ്തകങ്ങളിൽ ഒരു ഹിമാലയാണ് ശരിക്ക് ഹൈമവത ഭൂവിൽ. എത്രയോ 200-ന് മേലെ വിവരണ പുസ്തകങ്ങളുണ്ടെന്നാണ് മനസ്സിലാക്കിയിട്ടുള്ളത്. അതിലൊരു ഊക്കൻ
പുസ്തകം തന്നെയാണ് കെട്ടിലും മട്ടിലും എണ്ണത്തിലും ഉള്ളടക്കത്തിലൊക്കെ. അതുപോലെ തന്നെ എനിക്ക് തോന്നിയത് നമ്മുടെ വ്യാഴാഴ്ച വായനാഴ്ചയിൽ പുസ്തക നിരൂപണം അവതരിപ്പിക്കുന്നത് വ്യക്തികളിൽ ഒരു ഹിമവാനാണ് നമ്മുടെ വിശ്വാസ്. കാരണം എന്ത് പുസ്തകവും എത്ര വിശദീകരിച്ചാണ് അവതരിപ്പിക്കുന്നത്. അതും നേരത്തെ ഔസഫ് സാറ് ശ്രദ്ധിച്ച പോലെ ഓർമ്മയിൽ നിന്നെടുത്ത് അതിങ്ങനെ പറയാന്ന് പറഞ്ഞാൽ ചെറിയൊരു ശേഷിയല്ല. അപ്പം അത് വളരെയധികം എല്ലാവർക്കും ഉപകരിക്കുന്ന ഒരു ലക്കമായി ഇത് മാറി. മാത്രമല്ല കുട്ടികൾക്ക് ഇപ്പോൾ പരീക്ഷാ സമയമാണ്, അവതരിപ്പിക്കാൻ ആളെ കിട്ടാതിരുന്ന ഒരു നേരത്ത് സഹായഹസ്തം എന്നുള്ള രീതിയിലും കൂടെ വന്നതാണ്. ഈ പുസ്തകം കയ്യിലില്ല, ഞാൻ വിളിച്ചപ്പോൾ പറഞ്ഞു ഓർമ്മയിൽ നിന്ന് പറയുകയാണ് ഇതെല്ലാം എന്നുള്ളത്. അതും ശരിക്കും വായനയ്ക്ക് പ്രേരണയാണ്. വിശ്വാസം അവതരിപ്പിച്ച പുസ്തകവും നമുക്കൊരു വലിയ മാതൃക തന്നെയാണ്. ഇത്തവണ ഗ്രന്ഥകാരൻ പങ്കെടുക്കുന്നുണ്ടോ എന്നൊക്കെ എന്നോട് ഒരാൾ കളിയാക്കി ചോദിച്ചു, വിളിക്കണോ വീരേന്ദ്രകുമാറിനെ. ശരിക്കും അദ്ദേഹത്തിൻ്റെ പാവന സ്മരണയ്ക്ക് മുന്നിൽ പ്രണാമം അർപ്പിക്കുകയാണ്. സാറ് ജീവനോടെ ഉണ്ടായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഇതിൽ പങ്കെടുക്കുമായിരുന്നു എന്നുള്ളതാണ് സത്യം. സാറിൻ്റെ കുടുംബാംഗങ്ങൾ ഇപ്പോഴും ഈ പുസ്തകത്തെക്കുറിച്ച് പറയാറുണ്ട്. കുറച്ച് നാൾ മുമ്പൊരു അഭിമുഖത്തിൽ അതിനെക്കുറിച്ച് പറയുകയുണ്ടായിട്ടുണ്ട്. എല്ലാവരും ഈ പുസ്തകം സമയമെടുത്തിട്ടാണെങ്കിലും വായിച്ച് നോക്കണം എന്നുള്ളതാണ്. എൻ്റെ വായനാനുഭവം പറയുകയാണെങ്കിൽ പല കാലങ്ങളിൽ പല രീതികളിൽ വായിക്കാൻ പറ്റിയിട്ടുണ്ടെന്നുള്ളതാണ്. വളരെ ശ്രദ്ധേയമായിട്ടുള്ളൊരു പ്രത്യേകത കൂടിയാണ്. ഒരു പുസ്തകവും ഇങ്ങനെ നമ്മളുടെ മൂഡിനനുസൃതമായിട്ട് അതിൻ്റെ പരിവേഷം മാറുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വലിയ അത്ഭുതമാണ്. ഒരു യാത്രാ വിവരണക്കാരൻ എന്നുള്ള രീതിയിൽ വായിച്ചു നോക്കുമ്പോൾ അതിന് വലിയൊരു മാതൃകയായിട്ട് മുന്നിൽ നിൽക്കുകയാണ്. ഒരു ഫിലോസഫി പുസ്തകമായിട്ട് വായിക്കുമ്പോൾ അതൊരു വലിയൊരു ഗ്രന്ഥമായിട്ട് മുന്നിൽ നിൽക്കുകയാണ്. ഏറ്റവും പുത്തൻ ജനറൽ നോളജ് പുസ്തകം പോലെ വായിക്കുമ്പോൾ അപ്പോൾ ആ രീതിയിലും അത് അതിൻ്റെ ഒരു വേഷപ്പകർച്ച സംഭവിക്കുകയാണ്. എന്തായാലും ഇങ്ങനെ ഒരു പുസ്തകം നമ്മുടെ കുട്ടികൾക്ക് മുന്നിലും ഇതിലെ വായനക്കാർക്ക് മുന്നിലും അവതരിപ്പിച്ചതിന് വീണ്ടും വിശ്വാസത്തിന് പ്രത്യേകം സ്നേഹം പറയുകയാണ്. ഇനിയും വരണം ഇതുപോലെ വിസ്മയങ്ങൾ കാണിച്ചുകൊണ്ട്. അതിനും ഉപരിയായിട്ട് പരീക്ഷാ സമയത്ത് പോലും ഇതിൻ്റെ സംഘാടനം നിർവഹിച്ച അക്ഷയയും കൂട്ടുകാർക്കും പ്രത്യേകം സ്നേഹം പറയുകയാണ്. ഇംഗ്ലീഷിലെ വിദ്യാർത്ഥികളാണ് ഇത്തവണ എല്ലാ കാര്യങ്ങളും നടപ്പിലാക്കിയതിലും വലിയ സന്തോഷം. ഹീര മിസ്സും വലിയൊരു സ്ട്രെയിൻ എടുത്തു. ആ ലിങ്കും കാര്യങ്ങളൊക്കെ മിസ്സാണ് ഹോസ്റ്റ് ചെയ്തത്. അതും വലിയൊരു സന്തോഷം. അപ്പം മൊത്തത്തിൽ സന്തോഷം. ഇപ്പോൾ മദ്രാസ് നഗരത്തിൽ നിന്നുകൊണ്ട് എൻ്റെ സ്നേഹം അറിയിക്കുകയാണ്. സ്നേഹം, സന്തോഷം. അപ്പോൾ കൃഷ്ണകുമാർ സാറ് ഭാര്യയോടൊപ്പം മദ്രാസിൽ നിന്ന് നമുക്ക് വേണ്ടി ഈ ചെറിയ വാക്കുകൾ നമ്മൾക്ക് വേണ്ടി സന്ദേശമായിട്ട് തന്നതിൽ അപ്പോൾ ഒരു കാര്യം വ്യക്തമായിട്ട് മനസ്സിലാകാണ്ട്, സാർ മദ്രാസിലാണെങ്കിലും സാറിൻ്റെ ഹൃദയം പുസ്തകങ്ങളുടെ കൂടെയാണ്. ഒത്തിരി സന്തോഷവും സ്നേഹവും. അക്ഷയ, നമുക്ക് വൈൻഡപ്പ് ചെയ്യാൻ തോന്നുന്നു. പരീക്ഷാകാലാണല്ലോ, നമുക്കിനി നാളേക്ക് പ്രിപ്പയർ ചെയ്യാനും. ശരി ടീച്ചറെ, നമ്മളെല്ലാവരും ഇപ്പൊ പരീക്ഷാ മൂഡിലാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് നന്ദി പറയുന്നതിനായി ഒന്നാം വർഷ ബി.എഡ് ഇംഗ്ലീഷ് വിദ്യാർത്ഥിനിയായ പാർവണയെ ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. പ്രതിവാര പുസ്തക നിരൂപണ പരിപാടി സമാപിക്കുന്ന ഈ വേളയിൽ ആദ്യമായി ഈ പരിപാടിക്ക് അവസരമൊരുക്കി തന്ന SNM ട്രെയിനിങ് കോളേജ് പ്രിൻസിപ്പൽ സുസ്മിത മിസ്സിന് സ്നേഹപൂർവ്വം നന്ദി അറിയിക്കുന്നു. ഈ പരിപാടിയുടെ സ്റ്റാഫ് കോർഡിനേറ്ററായ കൃഷ്ണകുമാർ സാറിനും ഹീര മിസ്സിനും സ്നേഹപൂർവ്വം നന്ദി അറിയിക്കുന്നു. അടുത്തതായി ഈ പുസ്തകം വളരെ മനോഹരമായി അവതരിപ്പിച്ച വിശ്വാസ് ബൈജു സാറിനും ഹൃദയം നിറഞ്ഞ നന്ദി. ഈ പരിപാടിയുടെ മോഡറേറ്ററായ അക്ഷയയ്ക്കും സ്വാഗതം പറഞ്ഞ പ്രജീതയ്ക്കും നന്ദി അറിയിക്കുന്നു. പരിപാടി വിജയകരമാക്കുവാൻ കൂടെ നിന്ന എല്ലാവർക്കും, കൂടാതെ വായനയെ സ്നേഹിക്കുന്ന എല്ലാ പുസ്തക പ്രേമികൾക്കും സ്നേഹത്തിന്റെ ഭാഷയിൽ നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി. വിശ്വാസ്, അപ്പോൾ ഒരിക്കൽ കൂടി
ഒരുപാട് നന്ദി ഇത്രയും നേരം ഞങ്ങളുടെ വരുന്നതിന്. ഇനിയിപ്പോ നാളെ ക്ലാസ് ഉള്ളതല്ലേ. അതെ മിസ്സേ. ഓക്കെ, അപ്പൊ എന്തായാലും നേരിട്ട് കാണാം. നമുക്ക് ഇവിടെ ഓ ഞാൻ ഡീറ്റെയിൽസ് അയക്കാം കേട്ടോ. ഓക്കെ മിസ്സേ. താങ്ക് യു. അപ്പൊ ഇന്ന് അവതരിപ്പിച്ച എല്ലാവർക്കും മനസ്സിലേക്ക് നാളത്തെ പരീക്ഷ തിരക്കിന്റെ ഇടയിൽ അവതരിപ്പിച്ച എല്ലാവർക്കും ഒന്നും കൂടി നന്ദി അർപ്പിക്കുകയാണ് കേട്ടോ. താങ്ക് യു ആൾ. വിഷ്ണുവിനും പ്രത്യേകം നന്ദി.